അയച്ചില്ല. പിന്നെ ഞാൻ എന്ത് മനസ്സിലാക്കണം? നിങ്ങൾക്ക് അറിയുമോന്നും എനിക്കറിയാൻ വയ്യ, അറിയത്തില്ലെന്നും അറിയാൻ വയ്യ. നിങ്ങൾക്ക് ഒരു മെസ്സേജ് അയക്കായിരുന്നു, ആരും എനിക്ക് അയച്ചില്ല. എനിക്കതിലെ വിഷമമുണ്ട് കേട്ടോ. ഇത്രയും പറഞ്ഞിട്ട് ആർക്കെങ്കിലും ഒരാൾക്ക് മെസ്സേജ് അയക്കായിരുന്നു, ആരും അയച്ചില്ല. അറിയാന്നും പറഞ്ഞില്ല, ആരും അറിയത്തില്ലെന്നും പറഞ്ഞില്ല. പിന്നെ എങ്ങനെ ഞാൻ മറ്റേ അടുത്ത ചാപ്റ്റർ എടുക്കും? നിങ്ങൾക്ക് പലർക്കും ഇത് അറിയത്തില്ല എന്നല്ലേ അന്നത്തെ ക്ലാസ്സിന് പറഞ്ഞുകൊണ്ടല്ലേ അസൈൻമെന്റ് ഡിസ്കസ് ചെയ്യാന്ന് വെച്ചത്. പക്ഷെ ആരും അത് നോക്കിയതും ഇല്ല, ആരും എനിക്ക് മെസ്സേജും അയച്ചില്ല. അതെന്താ അയക്കാഞ്ഞേ? നെക്സ്റ്റ് ചാപ്റ്റർ എടുക്കാൻ പറഞ്ഞ ഗായത്രി, ഞാനത് പ്രിപ്പയർ ചെയ്യണ്ടേ? ഒരാളെ മാത്രം എനിക്ക് നോക്കാൻ പറ്റില്ലല്ലോ. അതല്ലേ ഞാൻ നിങ്ങളോട് പറഞ്ഞ, നിങ്ങളുടെ ഇത് പറയണം, അടുത്ത ചാപ്റ്റർ എടുക്കുക എന്നാ. നമുക്ക് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞില്ല, അസൈൻമെന്റ് വേണ്ടെങ്കിൽ നമുക്ക് അടുത്ത ചാപ്റ്റർ എടുക്കാം, നിങ്ങൾക്ക് അത് ബാക്കിയുള്ളത് നോക്കിയിട്ട് അറിയാത്തവർ എന്നോട് പറയണം എന്ന് പറഞ്ഞിട്ട് ആരും എനിക്ക് മെസ്സേജ് അയച്ചില്ല. അതുകൊണ്ടാ ഞാൻ ഇത് തന്നെ എടുത്തത്. നാളെ എക്സാം ടൈം ടേബിൾ വന്നു. എനിക്കറിയത്തില്ല ഇത് എങ്ങനെ നിങ്ങൾക്ക് തീർക്കുമെന്ന്. സെക്കൻഡ് ചാപ്റ്ററിന്റെ ഇത്രയല്ലേ ആയുള്ളൂ. ഇനി ഒരു രണ്ട് ക്ലാസ്സുകൾ എടുത്താലേ സെക്കൻഡ് ചാപ്റ്റർ തീർക്കാൻ പറ്റൂ. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഒക്കെ നിങ്ങൾക്ക് പിന്നെ പറയുന്ന കേട്ടല്ലോ സിമ്പിൾ ആയിരിക്കും എന്ന്. എന്തായാലും ഞാൻ ഈ അസൈൻമെന്റ് അങ്ങ് തീർത്തിട്ട് ഇനി അടുത്ത രണ്ട് ക്ലാസ് കൊണ്ട് ആ സെക്കൻഡ് ചാപ്റ്റർ തീർത്ത് നമുക്ക് അടുത്ത തുടങ്ങാം. ഇനി പെട്ടെന്ന് പെട്ടെന്ന് തീർക്കാം കേട്ടോ. നിങ്ങളും കൂടെ ഒന്ന് ആക്റ്റീവ് ആയാൽ നമുക്ക് വേഗം വേഗം തീർക്കാൻ പറ്റും. എന്നാലും ഇതിനകത്ത് ഡൗട്ട് ഉള്ളവരാരും വന്നില്ലല്ലോ. അതെ, പോർഷൻ കുറച്ച് കട്ട് ചെയ്യുന്നതിന് ഇവരൊന്ന് കട്ട് ചെയ്ത് ഏതൊക്കെയാന്ന് പറഞ്ഞായിരുന്നെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് ഇതാക്കാറുണ്ട്. ഇതിപ്പം ഫസ്റ്റ് 4 ചാപ്റ്റർ ഒക്കെ എന്തായാലും കാണുമായിരിക്കും അല്ലേ? അറിയാൻ വയ്യ എന്ത് ചെയ്യുമെന്ന് വെച്ചാ. എന്തായാലും നമുക്ക് തുടങ്ങാം. അടുത്ത ഇനി താമസിക്കണ്ട. എന്താ അച്ചു, അമീഷ് ആരും എനിക്ക് മെസ്സേജ് അയക്കാനേ? ഗായത്രി ഇപ്പൊ മെസ്സേജ് അയക്കുന്നുണ്ടല്ലോ, അപ്പൊ എന്താണ് മെസ്സേജ് അയക്കാനേ ആരും? ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലേ അസൈൻമെന്റ് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ അയച്ചാണെങ്കിൽ എനിക്ക് അടുത്ത PPT ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പാടുള്ളത് വെച്ച് അതിനകത്തൊരു സ്ലൈഡ് ആക്കാം എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ. നിങ്ങൾ ആരും ഒരു മറുപടിയും തന്നില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്യണം? എന്തായാലും പോട്ടെ, സാരമില്ല. ഇനി ഇത് നോക്കാം. നിങ്ങൾക്ക് അറിയെങ്കിൽ വെറുതെ ഇത് നമ്മുടെ ഈ സമയം പോവുക. ഇത്രയും കുട്ടികൾക്ക് ഇതിനകത്ത് വന്ന ഇത്രയും പിള്ളേർക്ക് അറിയെങ്കിൽ വെറുതെ ഇന്നത്തെ സമയം പോവുകയാണ്. നിങ്ങളുടെ പഠിക്കാനുള്ള സമയവും പോവാണ്. എന്തായാലും നോക്കാം. അടുത്ത് നോക്കിക്കേ, ഇത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് എലമെന്റ്സ്. ഇത് തന്നെ അശ്വനെ, ഇത് തന്നെ കേട്ടോ. The electronic configuration of elements A, B, C and D are given below. അതായത് 4 എലമെന്റ്സിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇതിനകത്ത് തന്നിട്ടുണ്ട്. A 1s2, 2s2, 2p6, 3s2, 3p4. B 1s2, 2s2, 2p6, 3s2. C 1s2, 2s2, 2p6, 3s2, 3p5. പിന്നെ D 1s2, 2s2, 2p6, 3s1. അങ്ങനെ 4 എലമെന്റിന്റെ. എന്തോ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ? അതല്ലേ ഇത് പറഞ്ഞയാണോ? എനിക്ക് ഓർമ്മയില്ല മക്കളെ, ഇത് പറഞ്ഞയാണോ? എന്നാ അടുത്തത് ഇത് പറഞ്ഞയാണോ? അല്ല, നമ്മൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് വരെയുള്ള ഓക്സിഡേഷൻ സ്റ്റേറ്റ് അതും കണ്ടല്ലേ പറയാനുള്ളത്? എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. നിങ്ങൾ പറ, എവിടം വരെ പറഞ്ഞത്? ആരെങ്കിലും ഇതും കഴിഞ്ഞോ? അയ്യോ, ഇനി 2 കൂടെ ഉള്ളോ അപ്പം? അത്ര തന്നെ ഉണ്ടായിരുന്നുള്ളൂ. ഓക്സിഡേഷൻ സ്റ്റേറ്റ് അങ്ങാണ്ട് പറയാനില്ലായിരുന്നോ? +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് എങ്ങനെ ഒരെണ്ണത്തിന്റെ? ഏത് സ്ലൈഡ് ആയിരുന്നു അശ്വിനെ? പ്രീവിയസ് സ്ലൈഡ് ഒന്ന് എടുത്തേ. ഇതൊക്കെ പറഞ്ഞാണോ? അടുത്തതോ? ഇവിടെ നിന്നിട്ടല്ലായിരുന്നു പറയണ്ടേ +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നത്? അതൊക്കെ പറഞ്ഞല്ലേ? അയ്യോ, എന്നാ പിന്നെ 6 പറഞ്ഞാണ്. ഇനി 7, 8 മാത്രമേ ഉള്ളോ? 6 B ഒന്നും പറഞ്ഞിട്ടില്ല തോന്നുന്നു. ബി ബാക്കി ആരെങ്കിലും ഒന്ന് പറയാമോ? അച്ചു, ആരെങ്കിലും പറയാമോ? ഗായത്രി 6ന്റെ എല്ലാം ഫുള്ള് പറഞ്ഞായിരുന്നോ അന്ന്? എനിക്ക് ഓർമ്മയില്ല. അന്ന് നമ്മൾ പിന്നെ പെട്ടെന്ന് ഇത് 8 എണ്ണം തീർക്കാന്ന് വെച്ച് നടന്നതും ഇല്ല. പെട്ടെന്ന് സ്പീഡിൽ പറഞ്ഞോണ്ട് എനിക്ക് ഓർക്കുന്നില്ല മക്കളെ എവിടം വരെ ഞാൻ പറഞ്ഞേന്ന്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓർമ്മയുണ്ടെങ്കിൽ പറ. 6 A ഒക്കെ പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞല്ലേ?
ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഒക്കെ കണ്ടുപിടിക്കുന്നത്? ബി എനിക്കൊന്ന് ഉം. കെമിക്കൽ ഇതാരും ഫോമിൽ. തീർക്കുക ഈ എന്തോ പറയുന്ന നേരണ്ടെങ്കിൽ തീർക്കുക. എന്തോ പോലെ കേട്ടില്ല. ടീച്ചർ ചോദിച്ചിട്ട് സമയം പോണ്ട, അത് പറയുന്ന നേരണ്ടെങ്കിൽ എടുക്കാലോ. ആണ് ഇതങ്ങ് പറഞ്ഞു തീർക്കാം. വെറുതെ ഇത് 6ാമത്തെ സ്ലൈഡ് അങ്ങ് പറയാം. നോക്കിക്കേ, 2 കോമ്പൗണ്ട്സ് XY2 XZ4 ആർ ഗിവൺ. 2 കോമ്പൗണ്ട്സ് തന്നിട്ടുണ്ട്, XY2 XZ4. അതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് ഇസഡ് തന്നിട്ടുണ്ട് -1. എന്നാൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് Y ആണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് എടുക്കണം? ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് Y ആണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്, നമുക്ക് ഇസഡാ തന്നേക്കുന്നത്. അപ്പൊ ഇസഡ് എന്ന് പറയുന്ന എലമെന്റ് ഉള്ള കോമ്പൗണ്ട് എന്ന് പറയുന്നത് XZ4 ആണ്. അപ്പൊ നമുക്ക് ഇസഡിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് അറിയാം -1 എന്ന്. നമുക്ക് എക്സിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് അറിയത്തില്ല. അപ്പൊ എക്സിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിച്ചാൽ മാത്രമേ നമുക്ക് Y എന്ന് പറയുന്ന എലമെന്റിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കാൻ പറ്റൂ. കാരണം Y എന്ന് പറയുന്ന എലമെന്റ് എന്ന് പറയുന്ന XY2 എന്ന് പറയുന്ന കോമ്പൗണ്ടിനകത്താണ് ഉള്ളത്, അല്ലെ? അപ്പൊ നമ്മൾ XY2 എന്ന് പറയുന്ന കോമ്പൗണ്ടിലെ Y എന്ന് പറയുന്ന എലമെന്റിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ അതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് അറിയണം. ഇവിടെ ഇപ്പൊ നമുക്ക് എക്സും അറിയത്തില്ല, Yയും അറിയത്തില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? എക്സിനെ കണ്ടുപിടിക്കാനാണ് നമുക്കൊരു ക്ലൂ തന്നേക്കുന്നത്. ഇസഡിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -1 എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ അതിന്റെ തൊട്ടടുത്തുള്ള XZ4 എന്ന് പറയുന്ന കോമ്പൗണ്ടിനകത്തുള്ള എക്സിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കണം. അപ്പൊ നമുക്കറിയാം, ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് എക്സ് കണ്ടുപിടിക്കാൻ നമുക്ക് അറിഞ്ഞുകൂടാത്ത അൺനോൺ എന്ന് പറയുന്ന എക്സ് എന്ന് പറയുന്ന എലമെന്റിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് നമുക്ക് അറിഞ്ഞുകൂടാത്തത്. അത് നമ്മൾ എക്സ് എന്ന് കൊടുത്തു. അറിഞ്ഞുകൂടാത്തതുകൊണ്ട് അൺനോൺ ആയതുകൊണ്ട് നമ്മൾ എക്സ് എന്ന് കൊടുത്തു. ഇസഡിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് തന്നിട്ടുണ്ട്. ഒരു എലമെന്റ് ആയ ഇസഡിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് -1. അപ്പൊ 4 ഇസഡ് വരുമ്പം -4 വരും. -1 × 4, അപ്പൊ -4 = 0. 0 വരുന്ന എന്താണ്? ആ കോമ്പൗണ്ട് മൊത്തത്തിൽ ന്യൂട്രൽ ആണ്, അതിനകത്ത് ചാർജ് ഒന്നും തന്നിട്ടില്ല, അതുകൊണ്ട് =0. നിങ്ങൾക്ക് ചാർജ് ഉള്ളതൊന്നും തരത്തില്ല കേട്ടോ, ന്യൂട്രൽ ആയിട്ടുള്ളതേ തരത്തുള്ളൂ. അഥവാ ചാർജ് ഉള്ളത് തന്നാൽ നിങ്ങൾ ഇപ്പൊ +1 ഒരു കോമൺ ചാർജ് അതിനകത്ത് ഉണ്ടെങ്കിൽ +1 എന്ന്, അല്ലെങ്കിൽ -1 ആയിട്ട് തന്നാൽ അത് -1 എന്ന് കൊടുത്താൽ മതി. അങ്ങനെയൊന്നും നിങ്ങൾക്ക് തരത്തില്ല. അപ്പൊ x -4 = 0. അപ്പൊ x +4. ഇനി അത് വെച്ച് എന്ത് ചെയ്യണം? നമ്മള് Y എന്ന് പറയുന്ന എലമെന്റിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കണം. അപ്പൊ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് Y എന്ന് പറയുന്നത് എക്സിന്റെ നമ്മൾ കണ്ടുപിടിച്ചു 4 പ്ലസ് ഇവിടെ എത്ര Y ഉണ്ട്? 2 Y ഉണ്ട്. അപ്പം 2Y, നമുക്ക് Y എന്ന് പറയുന്ന എലമെന്റ് അറിഞ്ഞുകൂടാത്തതുകൊണ്ട് നമ്മൾ അതിന് എക്സ് എന്ന് കൊടുക്കണം. അന്നോണ് നമ്മൾ എക്സ് എന്നല്ല എപ്പോഴും കൊടുക്കുന്നത്. അപ്പം അങ്ങനെ 2 Y ഉണ്ടായതുകൊണ്ട് 2x = 0. അപ്പൊ 2x = -4, x = -4/2 = -2. നിങ്ങൾക്ക് അത് അറിയാലോ, ഈക്വലിന്റെ അപ്പുറത്ത് പോകുമ്പം മൈനസ് ആണെങ്കിൽ പ്ലസ് ആവും, പ്ലസ് ആണെങ്കിൽ മൈനസ് ആവും, അറിയാലോ. ഇത് നിങ്ങൾക്ക് മനസ്സിലായോ എങ്ങനെയാന്ന് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിച്ചത്? അപ്പൊ നിങ്ങൾക്ക് അറിയാം. ഇനി അടുത്ത് നമുക്ക് പോവാം. റൈറ്റ് ദ കെമിക്കൽ ഫോർമുല ഓഫ് ദ കോമ്പൗണ്ട് ഫോംഡ് ബൈ Y വെൻ കമ്പൈൻഡ് വിത്ത് അലൂമിനിയം ഹാവിംഗ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് +3. അതായത് നിങ്ങൾ കെമിക്കൽ ഫോർമുല എഴുതുമ്പോൾ ഞാൻ പറഞ്ഞു, കെമിക്കൽ ഫോർമുല എഴുതാൻ ചോദിക്കുന്ന എലമെന്റിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതണം. ആദ്യമേ നിങ്ങൾ സൈഡിൽ എഴുതി നോക്കണം. എന്നിട്ട് അതിന്റെ എന്ത് കണ്ടുപിടിക്കണം? എന്നിട്ട് അതിന്റെ നിങ്ങൾ വാലൻസി കണ്ടുപിടിക്കണം. വാലൻസി കണ്ടുപിടിച്ചതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം? ആ വാലൻസി പരസ്പരം ഇന്റർചേഞ്ച് ചെയ്താൽ മതി. അങ്ങനെയാണ് നമ്മൾ കെമിക്കൽ ഫോർമുല എഴുതുന്നത്. അപ്പം മോളെ ഇടയ്ക്ക് ക്ലിയർ ആവാഞ്ഞതേ, എനിക്ക് പനിയാണ്. അപ്പൊ ഞാൻ അതിന്റെ ഒരു പ്രശ്നമായിട്ട് ഞാൻ മ്യൂട്ട് ചെയ്തതാ പെട്ടെന്ന്. ഞാൻ ഇടയ്ക്കൊന്നും പറഞ്ഞില്ല കേട്ടോ. അതായത് കെമിക്കൽ ഫോർമുല എഴുതേണ്ടത് ഇത്രേ ഉള്ളൂ. ഇപ്പൊ 2 എലമെന്റ് കമ്പൈൻ ചെയ്ത് ഒരു കോമ്പൗണ്ട് ഫോം ചെയ്യുമ്പോഴുള്ള കെമിക്കൽ ഫോർമുല നിങ്ങൾക്ക് എഴുതാൻ ചോദിക്കുന്നത്. അപ്പൊ നിങ്ങൾ ആ 2 എലമെന്റിന്റെ എന്ത് ചെയ്യണം? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നിങ്ങൾ എഴുതണം. എഴുതിയിട്ട് ആ 2 എലമെന്റിന്റെ വാലൻസ് കണ്ടുപിടിക്കണം. വാലൻസ് കണ്ടുപിടിച്ചിട്ട് അത് പരസ്പരം എന്ത് ചെയ്താൽ മതി? ഇന്റർചേഞ്ച് ചെയ്താൽ മതി. ഇപ്പൊ എക്സും വൈ എന്ന് പറയുന്ന 2 എലമെന്റ് തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ കെമിക്കൽ ഫോർമുല എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ എക്സിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി അതിന്റെ വാലൻസ് കണ്ടുപിടിച്ചു. പിന്നെ വൈയുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി അതിന്റെ വാലൻസ് കണ്ടുപിടിച്ചു. എന്നിട്ട് അത് പരസ്പരം ഇന്റർചേഞ്ച് ചെയ്താൽ മതി. എക്സിന്റെ വാലൻസി എടുത്ത് വൈക്കും, വൈയുടെ വാലൻസി എടുത്ത് എക്സിനും കൊടുത്താൽ മതി. കേൾക്കാൻ പറ്റുന്നില്ലേ നിങ്ങൾക്ക്? പിന്നെ ആരാ? ഗായത്രി ആണോ പറഞ്ഞേ? പറ്റുന്നുണ്ടോ? ഓക്കെ. ഓക്കെ മോളെ, അപ്പൊ മോക്ക് നെറ്റിന്റെ എന്തെങ്കിലും പ്രശ്നമായിരിക്കും കേട്ടോ. അപ്പം അങ്ങനെ ചെയ്താൽ മതി. അപ്പൊ ഇവിടെ നമുക്ക് തന്നേക്കുന്നത് Y എന്ന് പറയുന്ന എലമെന്റും അലൂമിനിയം കൂടെ കമ്പൈൻ ചെയ്യുന്ന
കോമ്പൗണ്ടിന്റെ കെമിക്കൽ ഫോർമുല എഴുതാൻ പറഞ്ഞേക്കുന്നത്. അപ്പൊ നമുക്ക് അലൂമിനിയത്തിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നിങ്ങൾക്ക് ഇവിടെ ഡയറക്റ്റ് ആയിട്ട് തന്നേക്കുക +3 എന്ന് പറയും. അപ്പൊ നിങ്ങൾ എഴുതണം ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് അലൂമിനിയം ഈക്വൽ ടു +3 എന്നെടുത്ത് എഴുതണം. ഇനി എന്ത് കണ്ടുപിടിക്കണം നമുക്ക്? Y എന്ന് പറയുന്നതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചു. നമുക്ക് ഇവിടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഡയറക്റ്റ് ആയിട്ട് കണ്ടുപിടിച്ചെങ്കിൽ നമുക്ക് അതങ്ങ് എഴുതിയിട്ട് അങ്ങ് ഇന്റർചേഞ്ച് ചെയ്താൽ മതി. ഇവിടെ ഡയറക്റ്റ് ആയിട്ട് വൈയുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്താണ് വൈയുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ചത്? വൈയുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ത് നമ്മളിപ്പോ കണ്ടുപിടിച്ചത്? ദൈവമേ, പറ പിള്ളേരെ, കേൾക്കുന്നില്ലേ? അതുല് പറഞ്ഞേ, വൈയുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇപ്പൊ എത്ര കണ്ടുപിടിച്ചത്? -2. -2. അപ്പം അശ്വിനെ അടുത്ത സ്ലൈഡ് ഇടേ. അപ്പൊ നോക്കിക്കേ, വൈയുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമ്മൾ കണ്ടുപിടിച്ച -2 ആണ്. അപ്പൊ നമുക്ക് വാലൻസ് ചെയ്താൽ നമ്മൾ ചാർജ് എഴുതത്തില്ല. അപ്പൊ 2. ഇനി അലൂമിനിയത്തിന്റെ വാലൻസി ഓക്സിഡേഷൻ സ്റ്റേറ്റ് +3 എന്നാ തന്നേക്കുന്നത്. അതിന്റെ അർത്ഥം എന്താ? അതിന്റെ വാലൻസി എന്ന് പറയുന്നത് 3 എന്നാണ്. വാലൻസി, അതിന്റെ വാലൻസിയുടെ ഒക്കെ സ്പെല്ലിംഗ് തെറ്റാ കേട്ടോ. നിങ്ങൾ വാലൻസിയുടെ സ്പെല്ലിംഗ് കറക്റ്റ് ആക്കണം. VALENCY ആണ്. അതുപോലെ വാലൻസ് ചെയ്താൽ നമ്മൾ ചാർജ് എഴുതത്തില്ല കേട്ടോ. ആ പ്ലസും അവിടെ തെറ്റാണ് കേട്ടോ. വാലൻസി ഓഫ് അലൂമിനിയം ചെയ്ത +3 അല്ല, അവിടെ +3 കൊടുക്കണ്ട, വെറും 3 ആണ്. നമ്മൾ വാലൻസി എഴുതുമ്പോൾ നമ്മൾ ചാർജ് എഴുതത്തില്ല. ഓക്സിഡേഷൻ സ്റ്റേറ്റ് എഴുതുമ്പോൾ മാത്രമേ നമ്മൾ ചാർജ് ചെയ്യത്തുള്ളൂ. വാലൻസി നമ്മൾ ചാർജ് ഇട്ട് റെപ്രസെന്റ് ചെയ്യുന്നത് തന്നെയാണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അപ്പൊ വാലൻസി ഓഫ് അലൂമിനിയം എഴുതുമ്പോൾ ചാർജ് ചെയ്ത് 3 എന്ന് മാത്രമേ ഉള്ളൂ. എന്നിട്ട് എന്ത് ചെയ്യും നമ്മൾ AL, അതുപോലെ O3 അല്ല കേട്ടോ, Y ആണ് കേട്ടോ അവിടെ വരേണ്ടത്, O അല്ല. എന്റെ ഫ്രണ്ട് ആണ് ഇത് ചെയ്തത്, അപ്പം അവിടെ അതിൽ വന്ന ഒരു മിസ്റ്റേക്ക് ആണ്. അപ്പൊ ALY എന്ന് എഴുതിയിട്ട് Al2Y3 എന്നാക്കണം കേട്ടോ. അതായത് വൈയുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എടുത്ത് ALന്റെ താഴെ എഴുതി, അലൂമിനിയത്തിന്റെ താഴെ എഴുതി, അലൂമിനിയത്തിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എടുത്ത് വൈയുടെ താഴെ എഴുതി. Al2Y3 എന്നാണ്, Al2O3 എന്നല്ല കേട്ടോ, Al2Y3 ആണ്. അതോ വാലൻസിന്റെ സ്പെല്ലിംഗ് തെറ്റാണ്, VALENCY ആണ്. പിന്നെ നമ്മള് വാലൻസി എഴുതുമ്പം ചാർജ് എഴുതത്തില്ല. ഓക്സിഡേഷൻ സ്റ്റേറ്റ് എഴുതുമ്പോഴേ നമ്മൾ ചാർജ് എഴുതുള്ളൂ. ഇത് നിങ്ങൾക്ക് മനസ്സിലായി? ഇനി കെമിക്കൽ ഫോർമുല എഴുതുന്നത് നിങ്ങൾ തെറ്റിക്കരുത്. നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഓക്സിഡേഷൻ സ്റ്റേറ്റ് തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ചാർജ് കളഞ്ഞിട്ട് എഴുതുന്നതാണ് വാലൻസി. എന്നിട്ട് 2 എലമെന്റ് അടുപ്പിച്ച് എഴുതിയിട്ട് ഒരെണ്ണത്തിന്റെ അടുത്ത് മറ്റേനും, ഒരെണ്ണത്തിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എടുത്ത് മറ്റേ എലമെന്റ് താഴെയും, അടുത്തതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എടുത്ത് മറ്റേ എലമെന്റ് താഴെ എഴുതിയാൽ മതി. പരസ്പരം ഇന്റർചേഞ്ച് ചെയ്ത് എഴുതിയാൽ മതി. അഥവാ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഒന്നും തരാതെ ഡയറക്റ്റ് ആയിട്ട് കെമിക്കൽ Xും Yയും അറ്റോമിക് നമ്പറോ അല്ലെങ്കിൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷനോ തന്നിട്ട് കെമിക്കൽ ഫോർമുല എഴുതാൻ ചോദിച്ചാൽ നിങ്ങൾ അതിനകത്ത് നിന്ന് ബാലൻസ് കണ്ടുപിടിച്ച് ഡയറക്റ്റ് ആയിട്ട് ഇന്റർചേഞ്ച് ചെയ്താൽ മതി. നമ്മൾ ഒരു ക്ലാസ് ഒക്കെ എടുത്തത് പഠിച്ചതാ, അത് നോക്കിയാൽ മതി. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പൊ മനസ്സിലായോ? കേട്ടോ? മനസ്സിലായോ? ഇത് ഇനി നിങ്ങൾ മറന്നു പോകരുത്. ഇനി നിങ്ങൾക്ക് കെമിക്കൽ ഫോർമുലയുടെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? കെമിക്കൽ ഫോർമുല ആയിരിക്കും നിങ്ങൾക്ക് മിക്കവാറും ഒക്കെ ചോദിക്കുന്നത്. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റിനകത്ത് കൂടുതലും കണ്ടിട്ടുള്ള കെമിക്കൽ ഫോർമുല എഴുതാൻ. അപ്പൊ നിങ്ങൾക്ക് ചിലപ്പോൾ അതായിരിക്കും കൂടുതലും ചോദിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായോ? അയ്യോ, എന്തെങ്കിലുമൊക്കെ റിപ്ലൈ ചെയ്താ പിള്ളേരെ, സമയം കളയാതെ. ആദ്യത്തെ ശരിക്കും മനസ്സിലായില്ല. ആദ്യത്തതോ എന്ന് വെച്ചാല് കെമിക്കൽ ഫോർമുല എഴുതുന്നതോ? എന്താ മോനെ മനസ്സിലാവാൻ? എ പാർട്ട് ഓക്സിഡേഷൻ സ്റ്റേറ്റിന്റെ ആണ്. എന്തോ അറിയത്തില്ല. ഇത് എന്താണെന്നറിയുമ്പോ പ്രശ്നം, നിങ്ങൾ കഴിഞ്ഞ സ്ലൈഡ് ഒന്നും പഠിക്കാത്തതിന്റെ കുഴപ്പമാണ്. നിങ്ങൾക്ക് പഠിച്ചിട്ട് വന്നായിരുന്നെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ ഒരു ഐഡിയ കിട്ടിയേനെ അല്ലേ? സത്യമല്ലേ? നിങ്ങൾ അതങ്ങനെ നോക്കിയായിരുന്നോ? ഫസ്റ്റ് ചാപ്റ്റർ സത്യം പറ, നിങ്ങൾ രണ്ടുപേരും നോക്കിയായിരുന്നോ? അതാണ് അത് നോക്കിയായിരുന്നോ ബിബിനെ, അതുലെ? അല്ല, ഞാൻ ചുമ്മാ വഴക്കായിട്ട് ചോദിച്ചല്ല കേട്ടോ, അല്ലാതെ ഞാൻ ചോദിച്ചതാ. അതാണ് നിങ്ങൾക്ക് അതാണ് പ്രശ്നം. ഞാൻ പറഞ്ഞില്ലേ പഠിച്ചിട്ട് വരണേന്ന്. അത് പഠിച്ചായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ ഇത് എളുപ്പമായിട്ട് തോന്നിയേനെ. അപ്പൊ നമുക്ക് ഒന്നും കൂടെ നോക്കാം. അശ്വിനെ മറ്റേ സ്ലൈഡ് എടുക്കേ, 5 നേരത്തെ. നിങ്ങളൊന്ന് നോക്കിട്ടോ, അതായത് നമുക്ക് ഇത്രയും പറയണ്ടായിരുന്നു. പെട്ടെന്ന് ഇത് ഡിസ്കസ് ചെയ്ത് പോവായിരുന്നു. അശ്വിൻ, അശ്വിൻ പോയോ? അശ്വിനെ, അശ്വിനെ മറ്റേ പഴയത്.
അയ്യോ 5 7 ആറാമത്തെ ആ ഓക്സിഡേഷൻ സ്റ്റേറ്റിൻ്റെത് 6 സ്ലൈഡ് 6 ഇതിന്റെ തൊട്ട് ആറാമത്തെ ക്വസ്റ്റ്യന്റെ ഇതിന്റെ തൊട്ട് ബാക്കിലുള്ള സ്ലൈഡ് XY2 ആൻഡ് XY4 ആർ 2 കോമ്പൗണ്ട്സ്. അത് ഇതല്ല, അതിന്റെ ഫ്രണ്ടില് എനിക്കറിയത്തില്ല കേട്ടോ ഇത്. ഇതിന്റെ തൊട്ടടുത്തത് കാണാൻ പറ്റും. ഇതല്ല, ഇതിന്റെ തൊട്ടടുത്ത സ്ലൈഡ്, ആറാമത്തെ സ്ലൈഡ്. ഇത് തന്നെ. ഇത് അല്ല ഇപ്പുറത്തത്, കഴിഞ്ഞ സ്ലൈഡ്. അത് തന്നെ. ഇതല്ല, 6 സ്ലൈഡ് 6. ഇതല്ല XY2 ആൻഡ് XY4 XZ4 ആർ 2 കോമ്പൗണ്ട്സ്. ആ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കുന്നത്. ഇത് നിങ്ങൾ രണ്ടുപേരും, അതുലും പിബിനും ആകാശും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കേ. നമുക്ക് എന്താണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇവിടെ നമുക്ക് ഒരു വൈ എന്ന് പറയുന്ന എലമെന്റിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റാണ് നിങ്ങളോട് ചോദിച്ചേക്കുന്നത്. ഇവിടെ നമുക്ക് 2 കോമ്പൗണ്ട് തന്നിട്ടുണ്ട്. അപ്പം നോക്കിക്കേ, നിങ്ങൾക്ക് XY2 എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് തന്നിട്ടുണ്ട്, XZ4 എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് തന്നിട്ടുണ്ട്. ഇതിനകത്ത് XY2 എന്ന് പറയുന്ന വൈ എന്ന് പറയുന്ന എലമെന്റിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് നിങ്ങളോട് ചോദിച്ചേക്കുന്നത്. അപ്പം എന്ത് ചെയ്യണം, നിങ്ങൾ വൈ എന്ന് പറയുന്ന എലമെന്റ് ഉള്ള കോമ്പൗണ്ട് നോക്കിക്കേ. ഏതാണ് ആദ്യം ഒന്ന് ഐഡന്റിഫൈ ചെയ്തേ. വൈ എന്ന് പറയുന്ന എലമെന്റ് ഉള്ള കോമ്പൗണ്ട് എന്ന് പറയുന്നത് XY2 എന്ന് പറയുന്ന കോമ്പൗണ്ടിനകത്താണ് വൈ എന്ന് പറയുന്ന എലമെന്റ് ഉള്ളത്, അല്ലെ? അപ്പൊ അവിടെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് വൈ എന്ന് പറയുന്ന എലമെന്റിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ ആ കോമ്പൗണ്ടിലെ ഏതെങ്കിലും വൈ എന്ന് പറയുന്ന എലമെന്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കണം. ആ കോമ്പൗണ്ടിനകത്ത് എക്സിന്റെ നമുക്ക് അറിഞ്ഞിരിക്കണം. എക്സിന്റെ അറിഞ്ഞാലേ നമുക്ക് വൈയുടെ കണ്ടുപിടിക്കാൻ പറ്റൂ. അല്ലാതെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അപ്പൊ നോക്കുമ്പോ എക്സിന്റെ നമുക്ക് അറിഞ്ഞുകൂടാ, എക്സിന്റെ അവർ തന്നിട്ടില്ല. നമുക്ക് അതിന് പകരം അവര് ക്വസ്റ്റ്യന് തന്നിരിക്കുന്ന ഇസഡ് എന്ന് പറയുന്ന എലമെന്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് തന്നിട്ടുള്ളൂ. അപ്പൊ നമുക്ക് എക്സിന്റെ ഇത് കണ്ടുപിടിച്ച് എക്സിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഏതെങ്കിലും ഒരെണ്ണത്തിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് അറിഞ്ഞാലല്ലേ നമുക്ക് ആ കോമ്പൗണ്ടിലെ മറ്റേത് കണ്ടുപിടിക്കാൻ പറ്റും. രണ്ടും അൺനോൺ ആയിട്ട് കിടന്ന്, അതായത് രണ്ടും അറിയാതെ കിടന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ഏതെങ്കിലും ഒരെണ്ണത്തിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമുക്ക് അറിയണം. അപ്പൊ എക്സിന്റെ നമ്മൾ കണ്ടുപിടിച്ചാൽ മാത്രമേ നമുക്ക് വൈയുടെ കണ്ടുപിടിക്കാൻ പറ്റൂ. വൈ ആണ് നമ്മുടെ ചോദ്യം. അപ്പൊ എന്ത് ചെയ്യണം, നമ്മൾ വേറൊരു കോമ്പൗണ്ട് നമുക്ക് അതിന് തന്നിട്ടുണ്ട്, XZ4 എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് തന്നിട്ടുണ്ട്. അതിനകത്ത് ഇസഡിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് -1. അപ്പം എക്സിന്റെ നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. ആ XZ4ൽ നിന്ന് നമുക്ക് എക്സിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിച്ച് ആ എക്സിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എടുത്ത് ഏത് കോമ്പൗണ്ടിനകത്ത് ഇട്ട് കൊടുക്കണം, XY2 എന്ന് പറയുന്ന കോമ്പൗണ്ടിനകത്ത് ഇട്ട് കൊടുത്ത് വൈയുടെ കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ നമ്മൾ ആദ്യമേ XZ4 എടുത്തു. അതിനകത്ത് നമ്മൾ എക്സിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കണം. അതിന് നമ്മൾ എന്ത് കൊടുക്കണം, എക്സ് എന്ന് പറയുന്ന ആ എലമെന്റ്, നിങ്ങൾ അൺനോണിന് ഞാൻ ഇവിടെ എക്സാ കൊടുക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഒരു കാര്യം ചെയ്യാം, അൺനോണ് നമ്മൾ എന്ന് കൊടുക്കാം. നമുക്ക് അറിഞ്ഞുകൂടാത്ത എലമെന്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമ്മൾ ഇവിടെ എന്ന് കൊടുത്തു. അപ്പൊ നിങ്ങൾ ഇത് നോട്ടായിട്ട് അങ്ങ് എഴുതുക, അതായിരിക്കും എളുപ്പം. അറിഞ്ഞുകൂടാത്തത് എന്ന് കൊടുത്തു. അപ്പൊ XZ4 എന്ന് പറയുന്നതാണ് നമ്മുടെ കോമ്പൗണ്ട്. അതിനകത്ത് ഇസഡിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമുക്കറിയാം, എക്സിന്റെ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് എക്സിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് എക്സ് എന്ന് പറയുന്ന എലമെന്റ് നമ്മൾ എന്ന് കൊടുത്തു. അത് നമുക്ക് അറിഞ്ഞുകൂടാ, അത് കണ്ടുപിടിക്കണം. ഇനി ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് ഇസഡ് നമുക്ക് തന്നിട്ടുണ്ട്, എത്ര? -1 എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്, അല്ലെ? അപ്പം എക്സിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കുന്നത് എങ്ങനെ? ഒരു എലമെന്റേ ഉള്ള എക്സ്, അതിന് നമ്മൾ എന്ന് കൊടുത്തു. ഇനി എത്ര ഇസഡ് ഉണ്ട്? 4 ഇസഡ് ഉണ്ട്. ഒരു ഇസഡിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് -4 ആണ്. അപ്പൊ 4 ഇസഡിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് A -1 × 4 എന്ന് വരും, അല്ലെ? A + -1 × 4 ദാറ്റ് ഈസ് ഈക്വൽ ടു 0 എന്ന് വരും. അതായത് ആ കോമ്പൗണ്ടിന്റെ മൊത്തത്തിലുള്ള ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ന്യൂട്രൽ ആണ്, അതായത് 0 വരും. അതായത് എന്നിട്ട് എന്ത് ചെയ്യണം, A + 1 × -4 = 0. A - 4, അതായത് 1 × -4 എന്ന് പറയുന്നത് -4 ആണ്, പ്ലസ് × മൈനസ് ആണ്. അപ്പൊ A - 4 = 0. അപ്പൊ A ഈ -4 ഈക്വലിന്റെ അപ്പുറത്ത് പോകുമ്പോ +4 വരും. അപ്പൊ നമുക്ക് A എന്ന് പറയുന്നത് +4 കിട്ടി. അപ്പൊ A എന്ന് പറയുന്നത് ഏതാണ്? നമ്മളെ എക്സിന്റെ ആണ്. എക്സ് എന്ന് പറയുന്ന എലമെന്റിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് നമ്മൾ A എന്ന് കൊടുത്തത്. അപ്പം നമുക്ക് എക്സ് എന്ന് പറയുന്ന എലമെന്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് +4 എന്ന് കിട്ടി, അല്ലേ? ഇതിപ്പോ മനസ്സിലായോ? അതിലോ ബിബിനോ, നിങ്ങൾക്ക് രണ്ടുപേർക്കല്ലേ മനസ്സിലാവുന്നത്? നിങ്ങൾക്ക് രണ്ടുപേർക്ക് മനസ്സിലായോ? ഇത്രയും മനസ്സിലായോ കണ്ടുപിടിക്കുന്നത്? എനിക്ക് തോന്നുന്നു എക്സ് എന്ന് പറയുന്നത് കൊണ്ടുള്ള കൺഫ്യൂഷൻ ആണോ? പറയാമോ മക്കളെ ഒന്ന്? മനസ്സിലായെങ്കിൽ മാത്രം മനസ്സിലായി കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് ഒന്നും കൂടെ പറയാം. അല്ലാതെ വെറുതെ
നിങ്ങൾ മനസ്സിലാവാതെ ആയി എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് എക്സാമിന് എഴുതണ്ട. അതിൽ മനസ്സിലായോ? മനസ്സിലായില്ല. ആയില്ലല്ലേ മോനെ? ആ ഓക്സിഡേഷൻ സ്റ്റേറ്റിന്റെ ക്ലാസ്സിൽ നീ ഉണ്ടായിരുന്നോ? അതൊക്കെ പഠിപ്പിച്ച സമയത്ത് അതില് ഇല്ല അല്ലേ? അമല് ബിബിന് മനസ്സിലായോ? അമലല്ലോ, ബിബിന്? അയ്യോ, ഇതെങ്ങനെ പഠിപ്പിക്കും? അതാ വന്ന അന്ന് പഠിച്ചോണ്ടായിരുന്നോ? അന്ന് പഠിക്കാത്തതിന്റെ പ്രശ്നമാണ്. അന്ന് ഞാൻ എത്ര ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഇത് പറഞ്ഞു തന്നെയാ. ഇപ്പൊ എന്താ മക്കളെ, ഇവിടെ 2 കോമ്പൗണ്ട് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഏതെങ്കിലും ഒരു കോമ്പൗണ്ടിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കുന്നത് നിങ്ങൾക്ക് അറിയാമോ? അമലിനും അതുലിനും ഒരു കോമ്പൗണ്ട് തന്നിട്ട് അതിനകത്ത് ഒരു എലമെന്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ചോദിച്ചാൽ കണ്ടുപിടിക്കാൻ അറിയത്തില്ല? തുറന്നു പറഞ്ഞോ, സാരമില്ല, സമയം പോയാലും സാരമില്ല, നിങ്ങൾ പഠിക്കണം, അത്രേ ഉള്ള കാര്യം. അയ്യോ, പറഞ്ഞോ. ചോദ്യം മനസ്സിലായില്ല. എന്ന് വെച്ചാൽ ഒരു കോമ്പൗണ്ട് തന്നിട്ട് അതിനകത്ത് നിന്ന് ഏതെങ്കിലും ഒരു എലമെന്റ് ഉണ്ട്. ഇതുപോലെ ഇതിപ്പോ നമുക്ക് ഒരു അൺനോൺ കോമ്പൗണ്ട് X, Y2, അതിനകത്ത് X, Y എന്ന് പറയുന്ന ഒരു എലമെന്റ് ആന്ന് പറഞ്ഞ് തന്നേക്കുന്നത്. ഏത് എലമെന്റ്, ഓക്സിജൻ ആണോ നൈട്രോജൻ ആണോ എന്നൊന്നും നമുക്ക് അറിയത്തില്ല. ജസ്റ്റ് 2 എണ്ണം വെറുതെ അവര് 2 നൊട്ടേഷൻ വെച്ച് റെപ്രസെന്റ് ചെയ്തേ ഉള്ളൂ. നിങ്ങൾക്കിപ്പം മഗ്നീഷ്യം ക്ലോറൈഡ് അല്ലെങ്കിൽ MgCl2, അതിനകത്ത് മഗ്നീഷ്യത്തിന്റെ കണ്ടുപിടിക്കുന്നത്, അതൊക്കെ നിങ്ങൾക്ക് അറിയാമോ എങ്ങനെയാന്ന്? ഒരു കോമ്പൗണ്ടിനകത്ത് എന്തോ വൈയുടെ അടിയിൽ 2 വന്ന് എക്സിന്റെ വേലൻസി 2 ആയിരുന്നില്ലേ? എന്താണ്? എനിക്ക് ക്ലിയർ ആവുന്നില്ല മോനെ. വൈയുടെ അടിയിൽ 2 വന്നില്ലേ? ആ എക്സിന്റെ വേലൻസി 2 ആയിരുന്നില്ലേ? വൈയുടെ അടിയിൽ 2 വന്നതോ? വൈ നമ്മൾ എഴുതുമ്പം Al2Y3 എഴുതുവാണ്. അതിന്റെ വൈയുടെ അടിയിൽ 2 വന്നോ? വൈയുടെ അടിയിൽ അല്ലല്ലോ മോനെ വരുന്നത്. നിങ്ങള് പോട്ടെ. എന്താണ്? 2 കോമ്പൗണ്ട് XY2 എഴുതിയിട്ടുണ്ട്. അതെ തന്നെ, XY2 എന്ന് വരുന്ന ആണ്. XY2 എന്ന് വരുന്ന എങ്ങനെയാന്ന് അറിയാമോ? അത് ജസ്റ്റ് അത് മോനെ, അത് ഒരു കോമ്പൗണ്ട് ഇപ്പം അതിന്റെ അർത്ഥം ഈ XY2 എന്ന് വരണമെങ്കിൽ എന്തായിരിക്കണം അറിയാമോ? എക്സിന്റെ വാലൻസി 2ഉം വൈയുടെ വാലൻസി 1ഉം ആയിരിക്കണം. അപ്പോഴാണ് നമ്മൾ XY2 എന്ന് പറയുന്ന കോമ്പൗണ്ട് എഴുതുന്നത്. മനസ്സിലായോ? നമ്മള് ഒരു കെമിക്കൽ ഫോർമുല എഴുതുമ്പം ആദ്യമേ അതിന്റെ വാലൻസി, ആ 2 എലമെന്റിന്റെ ആ കോമ്പൗണ്ട് ഉണ്ടാക്കാൻ വേണ്ടി 2 എലമെന്റ് കാണുമല്ലോ. 2 എലമെന്റ് ഫോം ചെയ്യുന്ന കോമ്പൗണ്ടേ നിങ്ങൾക്കുള്ളൂ. ആ 2 എലമെന്റിന്റെ വാലൻസി കണ്ടുപിടിച്ചിട്ട് പരസ്പരം ഇന്റർചേഞ്ച് ചെയ്ത് എഴുതിയാൽ മതി. ഇപ്പൊ നിങ്ങൾക്ക് XY2ഉം XZ4, നിങ്ങൾ ഇതിനകത്ത് നോക്കണ്ട. ഇതിന്റെ ഇപ്പം മോൻ ചോദിച്ചത് XY2 എന്ന് പറഞ്ഞാൽ വൈയുടെ വാലൻസി അല്ല 2 വരുന്നത്, എക്സിന്റെ വാലൻസിയാണ് 2 വരുന്നത് കേട്ടോ. നിങ്ങൾക്ക് ആകെ കൺഫ്യൂഷൻ ആയി കാണും ഇപ്പൊ. ഞാൻ വേറൊരു എക്സാമ്പിൾ ഇപ്പൊ പറയാം. ഇപ്പൊ എന്താ പറയുന്നത്, ഇപ്പൊ മഗ്നീഷ്യം ക്ലോറൈഡ് എടുത്തു. മോന് മാത്രം കേട്ടോ, മോനും ബിബിനും മാത്രം. അപ്പൊ മഗ്നീഷ്യം ക്ലോറൈഡിന്റെ കെമിക്കൽ ഫോർമുല എന്ന് പറയുന്നത് MgCl2. നിങ്ങൾ ആ നോട്ട്ബുക്കിലോട്ടൊന്ന് എഴുത്, MgCl2. ഇതിനകത്ത് ക്ലോറിന്റെ ഒക്കെ നമ്മൾ അന്നത്തെ സ്ലൈഡിൽ പഠിച്ചതാ. ക്ലോറിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് -1 ആണ്. അത് നമുക്കറിയാം. അത് നമുക്ക് തന്നിട്ടുണ്ടെന്ന് വെച്ചോ, അത് നമുക്കറിയാം. നമ്മൾ പഠിക്കേണ്ടതാണ്. ക്ലോറിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് -1 ആണ്. ഇനി നമ്മളോട് ചോദിക്കുന്നത് മഗ്നീഷ്യത്തിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമുക്ക് ചോദിക്കുന്നു. അപ്പൊ നമുക്ക് മഗ്നീഷ്യത്തിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് അറിയത്തില്ല. അതിനെ നമ്മൾ X എന്ന് കൊടുത്തു. ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് മഗ്നീഷ്യം എന്ന് പറഞ്ഞിട്ട് നമ്മൾ X എന്ന് കൊടുത്തു. അത് നമുക്ക് അറിയത്തില്ല, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. പക്ഷെ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ക്ലോറിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -1 എന്ന് തന്നിട്ടുണ്ട്. MgCl2 ആണ് നമ്മുടെ കെമിക്കൽ ഫോർമുല. അപ്പൊ നമുക്ക് ക്ലോറിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് മഗ്നീഷ്യത്തിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? X പ്ലസ് MgCl2. മഗ്നീഷ്യത്തിന് നമുക്ക് അറിയത്തില്ല, അതിന് നമ്മൾ X എന്ന് കൊടുത്തു, പ്ലസ് ഇട്ടു. ഇനി ഒരു ക്ലോറിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -1 ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ 2 ക്ലോറിൻ ഇല്ലേ? മഗ്നീഷ്യം ക്ലോറൈഡ് എന്ന് പറയുന്ന കോമ്പൗണ്ടിനകത്ത് 2 ക്ലോറിൻ ഉണ്ട്. ഒരു ക്ലോറിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -1 ആണെങ്കിൽ 2 ക്ലോറിൻ എന്തായിരിക്കും? 2 × -1. അപ്പൊ നമ്മൾ 2 × -1
ഈക്വൽ ടു 0 എന്ന് കൊടുക്കണം. ആ മഗ്നീഷ്യം ക്ലോറൈഡ് അതിന്റെ മൊത്തത്തിലുള്ള ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് 0 ആണ്. അതുകൊണ്ട് ഈക്വൽ ടു 0 എന്ന് കൊടുത്തു. ഇനി എക്സ്, ആ എക്സ് എന്ന് പറയുന്നത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, അതാണ് നമ്മുടെ മഗ്നീഷ്യത്തിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ എക്സ് പ്ലസ് 2 ഇൻറ്റു -1 എന്ന് പറയുന്നത് എന്താ, -2 ഈക്വൽ ടു 0. ഇനി എക്സ് പ്ലസ് -2 എന്ന് പറയുന്നത് എന്താണ്, എക്സ് -2 ആണ്. അപ്പൊ എക്സ് -2 ഈക്വൽ ടു 0, ദാറ്റ് ഈസ് എക്സ് ഈക്വൽ ടു +2. അങ്ങനെ കണ്ടുപിടിക്കും. എന്ന് വെച്ചാൽ ഒരെണ്ണം നിങ്ങൾക്ക് തന്നിരിക്കും, വേറൊരെണ്ണം നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ ചോദിക്കത്തേ ഉള്ളൂ. ഈ മഗ്നീഷ്യം ക്ലോറൈഡിന്റെ പറഞ്ഞത് മനസ്സിലായോ? കണ്ടുപിടിച്ചത് എഴുതിയായിരുന്നോ? മനസ്സിലായോ? കാര്യമായിട്ട് മനസ്സിലായി. ഇനി ഞാൻ നിങ്ങൾക്ക് വേറൊരു തരാം, FeCl3. നിങ്ങൾക്ക് രണ്ടുപേർക്ക് മാത്രം കേട്ടോ, വേറെ മനസ്സിലാവാത്തവർ ചെയ്താൽ മതി. ബാക്കി എല്ലാവരും ഒന്ന് ഇവർക്ക് വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യുക കേട്ടോ. FeCl3 FeCl3 എന്ന് പറയുന്ന കോമ്പൗണ്ട്, FeCl3 എന്ന് വെച്ചാൽ Fe അയണും Cl3 താഴെയും, Cl താഴെ 3, FeCl3 എഴുതിയോ രണ്ടുപേരും? അതിനകത്ത് Fe എന്ന് പറയുന്ന അയൺ ആണ്. അതിനകത്ത് അയണിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കണം. ക്ലോറിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇനി മറന്നു വരുന്നത് -1 കേട്ടോ. അത് നിങ്ങൾക്ക് ഇവരുടെ ഇന്ന് കിട്ടുമെന്ന് ചോദിക്കും. ഓപ്പൺ സ്കൂളിൽ നിങ്ങൾ ചോദിച്ചു നോക്കുക, മറ്റേ സ്ലൈഡൊക്കെ കിട്ടണം, അല്ലെങ്കിൽ ആ ക്ലാസ് നിങ്ങൾ കേൾക്കുക കേട്ടോ ഒന്നും കൂടെ. അതാ എനിക്ക് ഇത്രയും പാട്. എന്നാലും സാരമില്ല, നമുക്ക് പഠിക്കാം, വിഷമിക്കൊന്നും വേണ്ട. അപ്പം FeCl3 എന്ന് എഴുതി. ഇനി നിങ്ങൾ ആ അയണിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഒന്ന് കണ്ടുപിടിച്ചു, അതായത് Feയുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഒന്ന് കണ്ടുപിടിച്ച് പറഞ്ഞേ. നിനക്ക് സമയം, അവനും കൂടെ സമയം കൊടുത്തേ. 3 ആണാണ്, അത്രേ ഉള്ള സംഭവം. അതുപോലെ നമുക്ക് ഇവിടെ ഇപ്പൊ നിങ്ങൾ ഇതിനകത്ത് നോക്ക്, അതുപോലെ നമുക്ക് ഇവിടെ Mg ആണോ Cl ആണോ ക്ലോറിൻ ആണോ മഗ്നീഷ്യം ആണോ അയൺ ആണോ ഒന്നും തന്നിട്ടില്ല. വെറുതെ 2 XY എന്ന് പറയുന്ന 2 എലമെന്റ് ആയിട്ട് അങ്ങ് എടുത്തേക്കുക. ഇപ്പൊ കത്തുന്നുണ്ടോ? ഇവിടെ നോക്കി, ഈ ക്വസ്റ്റിനകത്ത് 2 കോമ്പൗണ്ട് XY2 ഉം XZ4 ഉം. അതിനകത്ത് XY2-നകത്തല്ലേ നമ്മുടെ എന്നിട്ട് ചോദിച്ചേക്കുന്നത് വൈയുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കാനാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. അപ്പൊ വൈ ഉള്ള കോമ്പൗണ്ട് ഇവിടെ ഏതാ, XY2 ആണ്. അതിനകത്ത് അപ്പൊ നമുക്ക് എക്സിന്റെ അറിഞ്ഞാലല്ലേ വൈയുടെ കണ്ടുപിടിക്കാൻ പറ്റൂ, അല്ലെ? അപ്പൊ നമ്മൾ ആ കോമ്പൗണ്ട് നോക്കും, നമുക്ക് എക്സും അറിയത്തില്ല വൈയും അറിയത്തില്ല. അപ്പൊ നമ്മൾ എങ്ങനെ വൈയുടെ കണ്ടുപിടിക്കാൻ പറ്റും? ഒന്നും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അപ്പൊ നമുക്ക് അവിടെ ഒരു ക്ലൂ തന്നിട്ടോ, അതിന് ആ വൈയുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നമുക്ക് XZ4 എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് തൊട്ടപ്പുറത്ത് തന്നേക്കുന്നത്. അതിനകത്ത് നിങ്ങൾക്ക് ഇസഡിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അതിനകത്ത് നിന്ന് എക്സിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിച്ചൂടെ? കണ്ടുപിടിക്കാൻ പറ്റും. അത് നിങ്ങൾ ഇതുപോലെ ഒന്ന് കണ്ടുപിടിച്ചേ. XZ4 ഇസഡിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -1 തന്നിട്ടുണ്ട്. അതിനകത്ത് എക്സിന്റെ ഒന്ന് കണ്ടുപിടിച്ചേ, സ്വന്തമായിട്ട് കണ്ടുപിടി. ആ സ്ലൈഡിൽ നോക്കാതെ സ്വന്തമായിട്ടൊന്ന് കണ്ടുപിടിച്ചേ രണ്ടുപേരും. കണ്ടുപിടിച്ചോ? എക്സ് +4 എന്ന് വന്നു. ബിബിൻ കണ്ടുപിടിച്ചോ? കണ്ടുപിടിച്ചു. മനസ്സിലായോ? മനസ്സിലാവുന്നുണ്ടോ? 4 കണ്ടുപിടിച്ചു. ഇനി ആ എക്സ് എടുത്ത് XY2-നകത്ത് ഇട്ട് കൊടുക്കുക. XY2 എന്ന് പറയുന്ന കോമ്പൗണ്ടിനകത്ത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആ വൈയുടെ കണ്ടുപിടി. ആ എക്സിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എടുത്ത് XY2 എന്ന് പറയുന്ന കോമ്പൗണ്ടിനകത്ത് ഇട്ട് കൊടുത്തിട്ട് വൈയുടെ പെട്ടെന്ന് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിച്ചേ. വേഗം ഒന്ന് ചെയ്തേ. അപ്പൊ എക്സിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +4 എന്ന് കിട്ടി. ഇനി അതെടുത്ത് XY2 എന്ന് പറയുന്ന ആ കോമ്പൗണ്ടിനകത്ത് ഇട്ട് കൊടുത്തിട്ട് വൈയുടെ കണ്ടുപിടിക്കും. അത്രയുള്ള അവർ ഈ ക്വസ്റ്റിനകത്ത് ചോദിച്ചേക്കുന്നത്. ഇത്രയും പാടൊന്നും നിങ്ങൾക്ക് ചോദിക്കത്തില്ലെന്ന് തോന്നിയത്. ഏതോ ഇയറിൽ എങ്ങാണ്ട് ക്വസ്റ്റ്യൻ 2014-ലോ. ഞാൻ ചുമ്മാ അസൈൻമെന്റിന് വേണ്ടി നിങ്ങളെ ചെയ്യാൻ വേണ്ടി തന്നേ ഉള്ളൂ. ഇത്രയും പാടൊന്നും ചോദിക്കത്തില്ല. കണ്ടുപിടിച്ചോ? നിങ്ങൾ വേഗം കണ്ടുപിടി കേട്ടോ. ബാക്കി ഇത്രയും പിള്ളേർ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നത്. എത്ര കിട്ടി? -2. -2. അത്രയുള്ള സംഭവം. ഇപ്പൊ മനസ്സിലായോ? ഇനി ഏത് തന്നാലും കണ്ടുപിടിക്കാൻ അറിയാലോ. ഒരെണ്ണം നമുക്ക് തന്നിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ആ 2 എലമെന്റിലെ ഏതെങ്കിലും ഒരെണ്ണത്തിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നിങ്ങൾക്ക് തന്നിരിക്കുക, അല്ലെങ്കിൽ അത് കണ്ടുപിടിക്കാനുള്ള എന്തെങ്കിലും ക്ലൂ നിങ്ങൾക്ക് തരും കേട്ടോ. അപ്പൊ അത് കണ്ടുപിടിച്ചാൽ മതി. അതിനകത്ത് കുറച്ച് ചിലതിന്റെയൊക്കെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് അല്ലെങ്കിൽ വാലൻസ് നിങ്ങൾ കാണാതെ പഠിച്ചാൽ മതി. അതെങ്ങനെ, അല്ലെങ്കിൽ വാലൻസ് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അറിയാമെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അതൊക്കെ നമ്മൾ മറ്റേ ക്ലാസ്സിന് പഠിച്ചത്. അതൊക്കെ നിങ്ങളൊന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാവും. ഇനി ഇന്റർചേഞ്ച് ചെയ്ത് എഴുതിയാൽ മതി കേട്ടോ. അപ്പൊ വൈയുടെ നമുക്കിപ്പം ഇനി നോക്കിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ബി എന്ന് പറഞ്ഞേക്കുന്നത്, എന്നാൽ ആ വൈ എന്ന് പറയുന്ന ഒരു എലമെന്റും
അലൂമിനിയം എന്ന് പറയുന്ന ഒരു എലമെന്റും കൂടെ ഒരു കോമ്പൗണ്ട് ഫോം ചെയ്യും. അതിന്റെ കെമിക്കൽ ഫോർമുല എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ കെമിക്കൽ ഫോർമുല എഴുതാൻ വേണ്ടി നമുക്ക് ഏതൊക്കെ എലമെന്റ് കമ്പൈൻ ചെയ്താണോ ഒരു കോമ്പൗണ്ട് ഫോം ചെയ്യുന്ന എലമെന്റ് വാലൻസി അറിഞ്ഞാൽ മാത്രം മതി. അപ്പൊ അതിന്റെ വാലൻസി അറിഞ്ഞിട്ട് വൈയുടെ വാലൻസി എടുത്ത് അലൂമിനിയത്തിന്റെ താഴെ എഴുതണം, അലൂമിനിയത്തിന്റെ വാലൻസി എടുത്ത് വൈയുടെ താഴെ എഴുതിയാൽ മതി. അപ്പൊ അലൂമിനിയത്തിന്റെ വാലൻസി എന്ന് പറയുന്നത് ഓക്സിഡേഷൻ സ്റ്റേറ്റ് +3 എന്നാണ് വന്നേക്കുന്നത്. ആ പ്ലസ് സൈൻ അങ്ങ് മാറ്റിയാൽ മതി. പ്ലസ് ആണെങ്കിലും മൈനസ് ആണെങ്കിലും ആ സൈൻ അങ്ങ് മാറ്റുന്നതാണ് നമ്മുടെ വാലൻസി. മനസ്സിലായോ? അപ്പൊ അലൂമിനിയത്തിന്റെ വാലൻസി എന്ന് പറയുന്നത് 3. എഴുതിയോ? ഇനി വൈയുടെ വാലൻസി എന്ന് പറയുന്നത് നമ്മളിപ്പോ കണ്ടുപിടിച്ചു, എത്രയാണ്? 2 ആണ്. ഓക്സിഡേഷൻ സ്റ്റേറ്റ് -2 ആണ്. അപ്പൊ വൈയുടെ വാലൻസി എന്ന് പറയുന്നത് മൈനസ് അങ്ങ് കളഞ്ഞാൽ മതി. 2 ആണ് വാലൻസി. ഇനി എന്ത് ചെയ്യണം? AL/Y എന്നോ അല്ലെങ്കിൽ BY/AL എന്നോ ഇഷ്ടമുള്ള രീതിയിൽ എഴുതാം. നിങ്ങൾ എഴുതിയിട്ട് ALന്റെ അടുത്ത് വൈയുടെ താഴെയും വൈയുടെ എടുത്ത് ALന്റെ താഴെയും എഴുതിയാൽ മതി. ALന്റെ വാലൻസി 3 ആണ്, അതെടുത്ത് നമ്മൾ വൈയുടെ താഴെ എഴുതി. അപ്പൊ Y3 എന്ന് വരും. ഇനി വൈയുടെ വാലൻസി 2 ആണ്, അതെടുത്ത് അലൂമിനിയത്തിന്റെ താഴെ എഴുതി. അപ്പൊ AL2Y3 എന്ന് വരും. ഇപ്പൊ മനസ്സിലായോ? മനസ്സിലായി. ബിബിന് മനസ്സിലായോ? ബിബിനൊന്നും മിണ്ടുന്നില്ലല്ലോ. മനസ്സിലായോ മോനെ? ഇതിന്റെ വാലൻസി എടുത്തിട്ട് അങ്ങ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് അതിന്റെ സൈൻ മാറ്റുന്നത്. ആ വാലൻസി ആ സൈൻ ഇല്ലാതാക്കും എടുത്ത് എഴുതിയാൽ മതി. അതാണ് വാലൻസി. ഇത് പരസ്പരം അതെടുത്ത് ഇന്റർചേഞ്ച് ചെയ്ത് എഴുതിയാൽ മതി. ഒന്നിന്റെ അടുത്ത് ഒന്നിന്റെ താഴെ, ഒന്നിന്റെ അടുത്ത് ഒന്നിന്റെ താഴെ എഴുതിയാൽ മതി. ഇത്രേ ഉള്ളൂ. ഇപ്പം എഴുതാൻ പറ്റും. ഇനി ഓക്സിഡേഷൻ സ്റ്റേറ്റും കെമിക്കൽ ഫോർമുല ഒക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ എഴുതാൻ പറ്റത്തില്ലേ? നിങ്ങൾ ആ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എഴുതണം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ഉത്തരം തെറ്റിയാൽ പോലും നിങ്ങൾക്ക് മാർക്ക് കിട്ടും. അപ്പൊ നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യൻ പോവാം. ബാക്കിയുള്ളവർ അറിയാന്ന് പറഞ്ഞാൽ ഇതാക്കണ്ട കേട്ടോ. നിങ്ങൾ കുറച്ചും കൂടെ പഠിക്കത്തേ ഉള്ളൂ. ഒന്നും കൂടെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അതൊന്നും കൂടെ തറവാവത്തേ ഉള്ളൂ. ഇച്ചിരി അവർക്ക് വേണ്ടി ഇച്ചിരി നിങ്ങളും കൂടെ ക്ഷമിക്കുക. അടുത്ത നോക്കിക്കേ. ദ പൊസിഷൻ ഓഫ് 2 elements A and B in the periodic table ഈസ് ഗിവൺ ബിലോ. അതായത് ഇത്രയും പാടൊന്നും നിങ്ങൾക്ക് ചോദിക്കത്തില്ല. ഞാൻ ജസ്റ്റ് അസൈൻമെന്റിന് വേണ്ടി തന്നേ ഉള്ളൂ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഒരു ഇതിനകത്ത് നോക്കിയപ്പോ കണ്ടപ്പോ തന്നേ ഉള്ളൂ. ഇത്രയും പാടൊന്നും നിങ്ങൾക്ക് ചോദിക്കത്തില്ല കേട്ടോ. ഈ ക്വസ്റ്റ്യൻ ഒന്നും കണ്ട് നിങ്ങൾ പേടിക്കണ്ട. ഇത്രയൊന്നും നിങ്ങൾക്ക് ചോദിക്കത്തില്ല. അപ്പൊ രണ്ട് എലമെന്റ് ആണ് എയും ബിയും. അതിനകത്ത് പീരിയോഡിക് ടേബിളിനകത്ത് ആ രണ്ട് എലമെന്റ് എവിടെ ഇരിക്കുന്നതെന്നാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പം എലമെന്റ് എ എന്ന് പറയുന്ന എലമെന്റ് പീരീഡ് 2-ലും ഗ്രൂപ്പ് 16-ലും ആയിരിക്കുന്നത്. ഗ്രൂപ്പ് 16-ാമത്തെ ഗ്രൂപ്പിലും അതിന്റെ പീരീഡ് രണ്ടാമത്തെ പീരീഡിലുമാണ് ഏതിരിക്കുന്നത്? എ എന്ന് പറയുന്ന എലമെന്റ് ഇരിക്കുന്നത്. ഇനി ബി എന്ന് പറയുന്ന എലമെന്റ് ഇരിക്കുന്നത് 1-ാമത്തെ ഗ്രൂപ്പില് 3-ാമത്തെ റോയിലാണ് ബി എന്ന് പറയുന്ന എലമെന്റ് ഇരിക്കുന്നത്. അപ്പൊ ഈ പീരീഡ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യമേ പഠിച്ചത് പീരീഡ് എന്ന് പറയുമ്പോൾ റോയും ഗ്രൂപ്പ് എന്ന് പറയുന്നത് നമ്മൾ കോളം എടുക്കുന്നത്. അപ്പൊ 16-ാമത്തെ കോളത്തില് 2-ാമത്തെ റോയിലാണ് എ എന്ന് പറയുന്ന എലമെന്റ് ഇരിക്കുന്നത്. 1-ാമത്തെ കോളത്തില് 3-ാമത്തെ റോയിലാണ് ബി എന്ന് പറയുന്ന എലമെന്റും ഇരിക്കുന്നത്. എന്നാൽ നമ്മളോട് ചോദിച്ചേക്കുന്നത് റൈറ്റ് ദ കെമിക്കൽ ഫോർമുല ഓഫ് ദ കോമ്പൗണ്ട് ഒബ്റ്റൈൻഡ് ബൈ കമ്പൈനിങ് എ ആൻഡ് ബി. അതായത് ഈ എയും ബിയും എന്ന് പറയുന്ന രണ്ട് എലമെന്റ് കമ്പൈൻ ചെയ്ത് കോമ്പൗണ്ടിന്റെ കെമിക്കൽ ഫോർമുല എഴുതാനാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് തന്നിട്ടില്ല, പിന്നെ നമുക്ക് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടില്ല. അപ്പൊ നമുക്ക് വാലൻസി കണ്ടുപിടിക്കണം അല്ലെ? കെമിക്കൽ ഫോർമുല എഴുതണമെങ്കിൽ നമ്മൾ വാലൻസി വേണം നമ്മൾ കണ്ടുപിടിക്കാൻ. വാലൻസി കണ്ടുപിടിച്ചിട്ട് അത് ഇന്റർചേഞ്ച് ചെയ്ത് എഴുതിയാൽ മതി. അതായത് എയുടെ വാലൻസി കണ്ടുപിടിക്കണം, അത് ബിയുടെ താഴെ എഴുതണം. ബിയുടെ വാലൻസി കണ്ടുപിടിച്ചിട്ട് അതെടുത്ത് എയുടെ താഴെ എഴുതണം. അപ്പൊ നമുക്ക് ഇവിടെ വാലൻസി മറ്റേ ക്വസ്റ്റ്യൻ ആയിരുന്നെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഓക്സിഡേഷൻ സ്റ്റേറ്റ് തന്നു. വേറെ ഒന്നത്തിന് നമ്മൾ കണ്ടുപിടിക്കാനുള്ള ക്ലൂ നമുക്ക് അതിനകത്ത് തന്നു. അത് വെച്ച് നമ്മൾ കണ്ടുപിടിച്ചു. സൈൻ മാറ്റുമ്പോൾ അത് വാലൻസി ആയി. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ഇവിടെ നമുക്ക് അതിന്റെ പൊസിഷൻ ആണ് തന്നേക്കുന്നത്. ആ രണ്ട് എലമെന്റ് പീരിയോഡിക് ടേബിളിൽ എവിടെ ഇരിക്കുന്നതെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതിന്റെ ഗ്രൂപ്പ് തന്നിട്ടുണ്ട്, പീരീഡും തന്നിട്ടുണ്ട്, രണ്ട് എലമെന്റ്. അത് വെച്ച് നമ്മൾ എന്ത് ചെയ്യണം? അത് വെച്ച് നമ്മള് എന്ത് ചെയ്യണമെന്ന് അറിയാമോ? അത് വെച്ച് നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതണം. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിയിട്ട് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വാലൻസി കണ്ടുപിടിക്കാം. എന്നിട്ട് അത് ഇന്റർചേഞ്ച് ചെയ്താൽ മതി. അപ്പൊ നോക്കിക്കേ, 2-ാമത്തെ പീരീഡ് എന്നും 16-ാമത്തെ ഗ്രൂപ്പ് എന്നും പറയുമ്പം നിങ്ങൾ ആലോചിക്കണം, 16-ാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഏത് പീരിയോഡിക് ടേബിൾ എവിടെ ആയിട്ട് വരും? ഏത് ബ്ലോക്കാ പറയാമോ ആർക്കെങ്കിലും? ഏത് ബ്ലോക്ക് ആയിട്ട് വരും 16-ാമത്തെ ഗ്രൂപ്പിൽ? നിങ്ങൾ അങ്ങനെ ചിന്തിച്ച് എഴുതണം കേട്ടോ. ഇത്രയും പാടൊന്നും നിങ്ങൾക്ക് വരത്തില്ല കേട്ടോ. നിങ്ങൾ അത് ഓർത്ത് പേടിക്കണ്ട. അറിഞ്ഞൂടെങ്കിൽ പോട്ടെ.
16ാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഏകദേശം ഏത് ഭാഗത്തായിട്ട് എന്തോ ഏത് ബ്ലോക്ക് ആയിരിക്കും? പി ബ്ലോക്ക് ആണ്. മിടുക്കൻ, പി ബ്ലോക്ക് ആണ്. അപ്പൊ നമുക്ക് ആ ബ്ലോക്ക് നമുക്ക് നിങ്ങളൊന്ന് ആലോചിച്ചറിയോ, 1ാമത്തെയും 2ാമത്തെയും എഫ് ബ്ലോക്ക്, പിന്നെ 3 മുതൽ 12 വരെ ഉള്ളതാണ് ഡി ബ്ലോക്ക് വരുന്നത്. അപ്പൊ 12 കൂടുതൽ ബാക്കി 13 മുതൽ 16 വരുന്നത് പി ബ്ലോക്ക്. ഇത് ഇവിടെ 16ാമത്തെ വന്നതിന്റെ അത് പി ബ്ലോക്ക് എന്നാണ് അതിന്റെ അർത്ഥം. പി ബ്ലോക്ക് ആണ്. അപ്പൊ അതിനകത്ത് നമുക്ക് മനസ്സിലാവും ഈ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഈ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എ എന്ന് പറയുന്ന എലമെന്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ നിങ്ങൾ നമ്മുടെ പി വെച്ച് നമുക്ക് നിർത്താൻ പറ്റും. 1s2 2s2 2p വെച്ച് നമുക്ക് പി വെച്ച് നിർത്താൻ പറ്റും. അങ്ങനെ ഒരു ക്ലൂ നമുക്ക് അവിടെ നിന്ന് കിട്ടും. ഇനി അതിന്റെ പീരീഡ് എന്ന് പറയുന്ന 2ാമത്തെ പീരീഡ് ആണ് വന്നേക്കുന്നത്. അപ്പൊ നമുക്ക് മനസ്സിലാവും നമ്മുടെ 1s2 2s2 2p നമുക്ക് 3s എഴുതാൻ പറ്റുമോ? ഇല്ല. 2p അത്ര വരെ എഴുതാൻ പറ്റൂ. അപ്പൊ 3s2 3p നമുക്ക് വരത്തില്ല. അത്ര നിങ്ങൾക്ക് മനസ്സിലായോ? അത്ര നിങ്ങൾക്ക് കത്തിയോ? അതെങ്ങനെ എഴുതണ്ടേന്ന് ഒരു ടെക്നിക്ക് മനസ്സിലായോ? അതിന് ഗ്രൂപ്പ് നമ്പർ നമുക്ക് 16 കിട്ടിയപ്പോൾ നമുക്ക് മനസ്സിലായത് പി ബ്ലോക്ക് ആണെന്ന്. അപ്പൊ നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ 2po 3po 2po അത്രത്തോളം വരാന്നറിയാം. ഇനി 2p വരെ നിർത്തണോ 3p വരെ നിർത്തണോ നമുക്ക് അറിയാൻ വേണ്ടി നമുക്ക് പീരീഡ് നമ്പർ തന്നിട്ടുണ്ട് 2 എന്ന്. അപ്പൊ നമുക്കറിയാം പീരീഡ് നമ്പർ എന്ന് പറയുന്നത് ഹയസ്റ്റ് ഷെൽ നമ്പർ ആണ്. അപ്പൊ 1s 2s 2p 3s 3p നമുക്ക് വരത്തില്ല. 2p വെച്ച് നിർത്തണം. അപ്പൊ നമ്മളെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ 1s2 2s2 ഇനി 2pയിൽ എത്ര എഴുതണോ നമുക്കറിയാം. നമുക്കറിയാലോ പി ബ്ലോക്കിന്റെ ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കാൻ നമുക്കറിയാം നമ്മുടെ ആ പിയിൽ ഫില്ല് ചെയ്തേക്കുന്ന ഇലക്ട്രോൺസിന്റെ കൂടെ 12 ആഡ് ചെയ്താൽ മതി എന്ന് നമുക്കറിയാം. ഈ 12 ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഗ്രൂപ്പ് നമ്പർ കിട്ടുന്നത്. ഇവിടെ നമുക്ക് ഗ്രൂപ്പ് നമ്പർ തന്നിട്ടുണ്ട് 16 എന്ന്. അപ്പൊ നിങ്ങൾ ഒന്ന് നിങ്ങളുടെ നോട്ടിലോട്ടൊന്ന് എഴുതിക്കോ. ഇവിടെ നമുക്ക് ഗ്രൂപ്പ് നമ്പർ തന്നേക്കുന്ന 16 എന്നാണ്. നമുക്കറിയാം പിയിലിനി 2p എന്ന് പറയുന്ന ആ സബ്ഷെല്ലില് എത്ര ഇലക്ട്രോൺസ് ഫില്ല് ചെയ്തെന്ന് നമുക്ക് അറിയത്തില്ല. അവിടെ കൊണ്ട് നമ്മൾ നിർത്തുക. കാരണം 3s 3p നമുക്ക് ആവശ്യമില്ല. കാരണം പീരീഡ് നമ്പർ 2 ആന്ന് തന്നിട്ടുണ്ട്. അപ്പൊ 3s 3p അങ്ങോട്ട് വരത്തില്ല. 2p വരെ വരത്തുള്ളൂ. ഇനി 2pയിൽ എത്ര ഇലക്ട്രോൺസാ ഫില്ല് ചെയ്തതെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. അതിനുവേണ്ടി നമുക്കറിയാം 16 നമുക്കറിയാം പിയുടെ പിക്കകത്ത് എത്ര ഇലക്ട്രോൺസ് 2p എന്ന് പറയുന്ന സബ്ഷെല്ലിനകത്ത് എത്ര ഇലക്ട്രോൺസാ ഫില്ല് ചെയ്തതെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ക്ലൂ വന്നേക്കുന്ന ഗ്രൂപ്പ് നമ്പർ 16 തന്നിട്ടുണ്ട്. ഇനി നമുക്കറിയാം പി ബ്ലോക്കിന്റെ ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കണമെങ്കിൽ അവസാനത്തെ ഇലക്ട്രോൺസിന്റെ കൂടെ ആ പി എന്ന് പറയുന്ന സബ്ഷെല്ലിന്റെ ഇലക്ട്രോൺസിന്റെ കൂടെ 12 ആഡ് ചെയ്യുമ്പോഴാണ് 16 കിട്ടുന്നത്. അപ്പൊ ആ ഇലക്ട്രോൺസ് എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അതിന് നമ്മൾ എക്സ് എന്ന് കൊടുത്തു. പ്ലസ് എത്രയാണ് 12 ആഡ് ചെയ്യുമ്പോഴല്ലേ നമുക്ക് 16 എന്ന് പറയുന്നത് കിട്ടേണ്ടത്. ഗ്രൂപ്പ് നമ്പർ 16 കിട്ടേണ്ടത്. അപ്പൊ നിങ്ങൾ എക്സ് ഈക്വൽ ടു എത്ര വരും? 16 മൈനസ് 12 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 4 എന്ന് വരും. മനസ്സിലായോ? ആകെപ്പാടെ കൺഫ്യൂഷൻ ആയോ? മനസ്സിലാവുന്നുണ്ടോ ഇപ്പൊ പറഞ്ഞത്? ആദ്യം എന്താ കണ്ടുപിടിക്കാൻ പോയത്? ആദ്യമേ മോനിപ്പൊ നമുക്ക് ഇവിടെ തന്നേക്കുന്നത് 2 എലമെന്റിന്റെ പൊസിഷൻ ആണ് തന്നേക്കുന്നത്. ഇത്രയും ടഫ് ഒന്നും നിങ്ങൾക്ക് ഇടണ്ടായിരുന്നു ക്വസ്റ്റ്യൻ. ഇത്രയും നിങ്ങൾക്ക് ചോദിക്കത്തില്ല. എന്നാലും സാരമില്ല, എന്ത് ചോദിച്ചാലും നമ്മൾ എഴുതണ്ടേ. അങ്ങനെ വെച്ചങ്ങ് ആലോചിച്ചാൽ മതി. നിങ്ങൾക്ക് ഇവിടെ നമുക്ക് ഇവിടെ ഒരു കെമിക്കൽ ഫോർമുല നിങ്ങൾക്ക് ആ എലമെന്റ്സിന്റെ പൊസിഷൻ ആണ് തന്നേക്കുന്നത്. ആ പൊസിഷനിൽ നിന്ന് നിങ്ങൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി അതിനകത്ത് നിന്ന് വാലൻസി കണ്ടുപിടിക്കണം. അപ്പം ഇവിടെ ഒരു ക്ലൂ തന്നേക്കുന്നത് നമുക്ക് പീരീഡും 2 ഗ്രൂപ്പ് 16 എന്നാണ് തന്നേക്കുന്നത്. അതിന്റെ അർത്ഥം ഗ്രൂപ്പ് 16 എന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കണം ഏത് ബ്ലോക്കിൽ വരും എന്ന് ആദ്യമേ ചിന്തിക്കണം. അപ്പൊ നമ്മൾ അതിന്റെ ബ്ലോക്ക് കണ്ടുപിടിച്ച് പി ബ്ലോക്ക് ആണെന്ന്. അപ്പൊ നമുക്ക് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. പി ബ്ലോക്ക് ആണെന്ന് പറയണമെങ്കിൽ അതിന്റെ അവസാനത്തെ ആ ഇലക്ട്രോണിക് കോൺഫിഗറേഷന്റെ അവസാനത്തെ സബ്ഷെൽ എന്ന് പറയുന്നത് പി ആണെങ്കിലല്ലേ നമ്മൾ പി ബ്ലോക്ക് ആണെന്ന് പറയത്തുള്ളൂ. അപ്പൊ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ അത് അവസാനിക്കുന്നത് പിയിലായിരിക്കും. എസിലോ ഡിയിലോ ഒന്നും അവസാനിക്കത്തില്ല, പിയിലായിരിക്കും അവസാനിക്കുന്നതെന്ന് മനസ്സിലായി. ഇനി പി വരുമ്പോ ഏതൊക്കെ വരാം? 2p വരാം, 3p വരാം, 4p വരാം, 5p വരാം, എന്ത് വേണമെങ്കിലും അങ്ങോട്ട് എന്ത് വേണമെങ്കിലും വരാം. അപ്പൊ നമുക്ക് ഇത് എവിടെ വെച്ച് നിർത്തണം എന്നറിയാൻ വേണ്ടിയാണ് പീരീഡ് 2 എന്ന് തന്നേക്കുന്നത്. അപ്പം 1s 2s 2p 3pയിൽ നമുക്ക് പോകണ്ട. 3p വന്നാൽ എന്ത് വരും? പീരീഡ് 3 വരും. 4p വന്നാൽ എന്ത് വരും? പീരീഡ് 4 വരും. അപ്പൊ ഇവിടെ പീരീഡ് 2 എന്ന് പറയുമ്പോൾ നമ്മൾ 2p വെച്ച് നിർത്തുക. ഇനി നമ്മൾ ഇലക്ട്രോൺസിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. അപ്പൊ 1s എന്ന് പറയുന്ന സബ്ഷനകത്ത് കംപ്ലീറ്റ്ലി ഇലക്ട്രോണിനെ ഫില്ല് ചെയ്യാം 2. 2s-നകത്തും 2. ഇനി 2pക്കകത്ത് എത്ര എണ്ണം ഫില്ല് ചെയ്യണോ നമുക്ക് അറിയത്തില്ല. കാരണം 2pക്കകത്ത് p എന്ന് പറയുന്ന സബ്ഷനകത്ത് നമുക്ക് മാക്സിമം ഫില്ല് ചെയ്യാൻ പറ്റുന്ന ഇലക്ട്രോൺസ് 6 ആണ്. അതിനകത്ത് 6 ഫില്ല് ചെയ്യണോ അതോ എത്ര 4 മതിയോ 5 മതിയോ 3 മതിയോ 2 മതിയോ 1 മതിയോ നമുക്ക് കണ്ടുപിടിക്കാനാണ് നമ്മൾ ഇനി അടുത്തതായിട്ട് നോക്കേണ്ടത്. അപ്പൊ ഇവിടെ 2p എന്ന് പറയുന്ന അതിനകത്ത്
മനസ്സിലാവുന്നുണ്ടോ? ഇപ്പൊ പീരീഡ് 2 ആയതുകൊണ്ട് തന്നെ അവസാനം കിട്ടിയത് 2p ആണ്. അപ്പൊ ഈ 2p 2p വരെ. കഴിഞ്ഞ് എത്ര ഇനി ഇലക്ട്രോൺ ഫില്ല് ചെയ്യാൻ അറിയാൻ അതെ, നമുക്ക് 6 ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യാൻ പറ്റും മാക്സിമം. എസിനകത്ത് നമുക്ക് മാക്സിമം അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന 2 ഇലക്ട്രോൺസിനെയാണ്. പിക്കകത്ത് നമുക്ക് മാക്സിമം അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന 6 ഇലക്ട്രോൺസിനെ, ഡിക്കകത്ത് 10 ഇലക്ട്രോണ്, എഫിനകത്ത് 14 ഇലക്ട്രോണ്. അപ്പൊ നമുക്ക് പിക്കകത്ത് ഈ 6 ഇലക്ട്രോണെ എടുക്കണോ, അതോ 4 ഇലക്ട്രോൺ മതിയോ, 5 ഇലക്ട്രോൺ മതിയോ, 3 മതിയോ, 2 മതിയോ, 1 മതിയോ എന്നൊന്നും നമുക്ക് അറിയത്തില്ല. അത് നമുക്ക് കണ്ടുപിടിക്കാനാണ് ഗ്രൂപ്പ് നമ്പർ വീണ്ടും നമ്മൾ യൂസ് ചെയ്യണം. അപ്പൊ നമുക്കറിയാം പിക്കകത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മൾ ഒരു എണ്ണത്തിന് ഗ്രൂപ്പ് നമ്പർ, നമുക്കിപ്പോ ഒരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തന്നേക്കുക 1s2 2s2 2p6 എന്ന് വെച്ചോ. നിങ്ങൾ അതൊന്ന് എഴുതി, നിങ്ങൾ എന്റെ കൂടെ ഒന്ന് എഴുത കേട്ടോ, കാരണം വേറെ ഒരു നിവൃത്തി ഇല്ലാത്തതുകൊണ്ട് എഴുതണേ. 1s2 2s2 2p3 എന്ന് പറയുന്ന ഒരു എലമെന്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നിങ്ങൾക്ക് തന്നേക്കുക, എഴുതണം കേട്ടോ. 1s2 2s2 2p3. അപ്പൊ അതിന്റെ നിങ്ങളോട് ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ കണ്ടുപിടിച്ചേ? എല്ലാവരും ഒന്ന് കണ്ടുപിടിച്ചിട്ടൊന്ന് പെട്ടെന്ന് പറഞ്ഞേ. ആ എലമെന്റിന്റെ ഗ്രൂപ്പ് നമ്പർ പറഞ്ഞേ. 15+3. എന്തോ 12+3. 12+3 എത്ര വരും? 15 വരും. അപ്പൊ അതിനകത്ത് ഈ 3 ആണ് നമുക്ക് ഇപ്പുറത്തേനകത്ത് കണ്ടുപിടിക്കേണ്ടത്. മനസ്സിലായോ? ആ 12ന്റെ കൂടെ ആ 2p എന്ന് പറയുന്ന ആ സബ്ഷനിനകത്ത് 3 ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യും. ആ 3 ഇലക്ട്രോണിന്റെ കൂടെ 12 കൂട്ടുമ്പോഴല്ലേ നമുക്ക് 15 എന്ന് പറയുന്ന ഗ്രൂപ്പ് നമ്പർ കിട്ടുന്നത്. ഇവിടെ നമുക്ക് എന്താ വേണ്ടത്? ആ 2p എന്ന് പറയുന്നതിനകത്ത് എത്ര ഇലക്ട്രോൺസിനെ ഫില്ല് ചെയ്തെന്നല്ലേ കണ്ടുപിടിക്കേണ്ടത്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ? അതായത് ആ 3 വേണം കണ്ടുപിടിക്കാൻ. മറ്റേ എലമെന്റ് 3 പോലെ ഇവിടെ എത്ര വേണം നമുക്ക് കണ്ടുപിടിക്കണം. അതിന് നമുക്ക് 2p എന്ന് പറയുന്ന ആ സബ്ഷനിനകത്ത് എക്സ് ഇലക്ട്രോൺ ആണെന്ന് നിങ്ങൾ വെച്ചോ, എക്സ് ഇലക്ട്രോൺ ആണെന്ന് വെച്ചോ. കാരണം ആ എക്സ് എന്ന് പറയുന്നത് എത്ര ഇലക്ട്രോൺ ആണ് നമുക്ക് അറിയത്തില്ല, അതുകൊണ്ട് അത് എക്സ് എന്ന് നമ്മൾ കൊടുത്തു. എക്സ് പ്ലസ് അതിന്റെ കൂടെ 12 കൂട്ടുമ്പോഴല്ലേ 16 നമുക്ക് ഗ്രൂപ്പ് നമ്പർ വരേണ്ടത്. ആ എ എന്ന് പറയുന്ന എലമെന്റ് ഗ്രൂപ്പ് നമ്പർ 16 എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ കൂടെ 12 കൂട്ടുമ്പോൾ നമുക്ക് എന്ത് വരണം? 16 വരണം. അപ്പൊ എക്സ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 16 - 12 ചെയ്താൽ പോരെ? എത്ര വരും? 4 വരും. അപ്പൊ 4ന്റെ കൂടെ 12 കൂട്ടുമ്പോഴല്ലേ 16 വരുന്നത്. അപ്പൊ നമുക്ക് മനസ്സിലാവും 2pക്കകത്ത് എത്ര, 2p എന്ന് പറയുന്ന സബ്ഷനിനകത്ത് എത്ര ഇലക്ട്രോൺ ഫില്ല് ചെയ്യണം? 4 ഇലക്ട്രോൺ ഫില്ല് ചെയ്യണം. അങ്ങനെയാണ് 1s2 2s2 2p4 എന്ന് വരും ആ എ എന്ന് പറയുന്ന എലമെന്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. മനസ്സിലായോ എങ്ങനെ എഴുതിയെന്ന്? മനസ്സിലായോ? 2p വരെ എഴുതി. ഇനി അതിനകത്ത് എത്ര ഇലക്ട്രോൺ ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ട് അതിന് നമ്മൾ എക്സ് എന്ന് കൊടുത്തു. പ്ലസ് 12 കൂട്ടുമ്പോഴാണ് നമുക്ക് 16 കിട്ടുന്നത്. പി ബ്ലോക്കിന്റെ ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കാൻ. അപ്പൊ x = 16 - 12 ദാറ്റ് ഈസ് ഈക്വൽ ടു 4. മറ്റേത് നമ്മൾ 12 + 3 = 15 കണ്ടുപിടിച്ചില്ലേ? ആ 3 പോലെ ഇവിടെ 4. മനസ്സിലായോ? ഒരു എക്സാമ്പിൾ ഞാനിപ്പോ പറഞ്ഞില്ലേ, അതുപോലെ. മനസ്സിലായോ? അതിലും ബിബിനും ബാക്കി അച്ചു, ഞാൻ വേറെ ആരെയും ചോദിക്കണമെന്നില്ല. മനസ്സിലാവുന്നുണ്ടോ? അത്രേ ഉള്ളൂ. അപ്പൊ നമ്മൾ ആ എലമെന്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നിങ്ങൾക്ക് എന്ത് കിട്ടി? 1s2 2s2 2p4. അതുപോലെ നിങ്ങൾ ബി എന്ന് പറയുന്ന എലമെന്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒന്ന് കണ്ടുപിടിക്കാമോ? ഗ്രൂപ്പ് നമ്പർ 1 വരുമ്പം അത് ഏത് ബ്ലോക്കിലായിരിക്കും എന്ന് കിട്ടും. അപ്പൊ എത്ര 3 വരുമ്പോ എവിടം വരാ നിർത്തണ്ടേന്ന് കിട്ടും. എന്നിട്ട് ആ ബ്ലോക്കിനകത്ത് എത്ര 1s2 2s2 2p 6 1s2 2s2 2p6 3s1 3s1 അത്രേ ഉള്ളൂ. ആ 1 വരുന്നതിന്റെ കാരണം എന്താ? എസ് ബ്ലോക്കിനകത്ത് നമുക്ക് ഗ്രൂപ്പ് നമ്പർ 1 വന്നതിന്റെ കാരണം എന്താണ്? ആ 3s എന്ന് പറഞ്ഞ സബ്ഷനകത്ത് 1 ഇലക്ട്രോൺ ആണ്. അവസാനത്തെ 3s എന്ന് പറഞ്ഞ സബ്ഷനകത്ത് 1 ഇലക്ട്രോൺ ആണ് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് അതിന്റെ ഗ്രൂപ്പ് നമ്പർ 1 വന്നത്. അത്രേ ഉള്ളൂ. ഇപ്പൊ മനസ്സിലായോ? അമലിന് മനസ്സിലായോ എങ്ങനെ എഴുതിയെന്ന്? അമലല്ല, ബിബിന് മനസ്സിലായി. ഇനി ബാലൻസ് കണ്ടുപിടിക്കുന്നത് നോക്കിക്കോ. ഇനി ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അശ്വിനെ അടുത്ത സ്ലൈഡ് എടുത്തോട്ടോ. അപ്പൊ ബാലൻസി അശ്വിനെ അടുത്ത സ്ലൈഡേ. അപ്പൊ ഇനി ബാലൻസ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ? നിങ്ങൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിക്കോട്ടോ, നിങ്ങൾ എഴുതിക്കോണേ. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ എഴുതി 1s2 2s2 2p4. ബിയുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി 1s2 2s2 2p6 3s1. ഇനി എയുടെ ബാലൻസ് കണ്ടുപിടിക്കാൻ അറിയാമോ നിങ്ങൾക്ക്? ബാലൻസ് എങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് അറിയാമോ? ഞാൻ പറഞ്ഞതാ, നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കി, ഒന്ന് പറയാമോ എയുടെ ബാലൻസ് എത്ര ആയിരിക്കും? ഇതിനകത്ത് നോക്കാതെ പറയണേ. ബാലൻസിയുടെ സ്പെല്ലിംഗ് ഇവിടെ തെറ്റാ. VALENCY ആണ് കേട്ടോ ബാലൻസി. ഇനി നിങ്ങൾ ഒന്ന് ആലോചിച്ചാൽ മതി. ഒന്ന് പറയാമോ ബാലൻസ് എത്ര? ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞതാ ബാലൻസ് കണ്ടുപിടിക്കുന്നത്. ഇലക്ട്രോൺസ് ഷെൽ വൈസ് ഇലക്ട്രോൺസ് അപ്പൊ ലാസ്റ്റ് ഷെല്ലിൽ 8 എത്ര നോക്കിട്ട്
മതി. എത്ര വരും വാലൻസി ഓഫ് എ? 2. 2 വരും. വാലൻസി ഓഫ് ബി എത്ര വരും? 1. 1 വരും. അത്രേ ഉള്ളൂ. മറ്റേ മോന് മനസ്സിലായോ? ബിബിന് മനസ്സിലായോ? നിങ്ങൾ രണ്ടുപേരും ഡൗട്ട് ചോദിക്കുന്നതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇങ്ങനെ ചോദിക്കുന്നത്. ബാക്കി എല്ലാവർക്കും മനസ്സിലായില്ലെങ്കിൽ പറയണേ എന്റെ അടുത്ത്. ഇനി അത് ഞങ്ങൾ ഇന്റർചേഞ്ച് ചെയ്താൽ മതി. കെമിക്കൽ ഫോർമുല ചെയ്യുമ്പോൾ എ ബി അല്ലേ, എയുടെ വാലൻസി എടുത്ത് ബിക്കും കൊടുക്കുക, ബിയുടെ വാലൻസി എടുത്ത് എക്കും കൊടുക്കുക. എയുടെ വാലൻസി 2 എന്നും ബിയുടെ വാലൻസി 1 എന്നും വന്നേ. അപ്പൊ എയുടെ വാലൻസി എടുത്ത് ബിക്ക് കൊടുക്കുമ്പോൾ AB2 എന്ന് വരും. ബിയുടെ വാലൻസി എടുത്ത് എക്കും കൊടുക്കണം. അതുകൊണ്ട് AB2 അല്ലെങ്കിൽ B2A എങ്ങനെ വേണമെങ്കിലും എഴുതാം നിങ്ങൾക്ക് കേട്ടോ. AB2 എന്ന് എഴുതാം, B2A എന്ന് എഴുതാം. ഇപ്പൊ മനസ്സിലായോ കെമിക്കൽ ഫോർമുല എഴുതിയത്? ഇനി നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടോ ഈ കെമിക്കൽ ഫോർമുലയോ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്നതില്? ഇത് മനസ്സിലായോ? വാലൻസി കണ്ടുപിടിക്കുന്ന മനസ്സിലായോ? ബിബിന് മനസ്സിലായോ മോനെ? അച്ഛന് മനസ്സിലായി. വാലൻസി കണ്ടുപിടിക്കുന്നത് നിങ്ങൾക്ക് ഇനി മനസ്സിലായില്ലേ? നിങ്ങൾ മറ്റേ സ്ലൈഡ് ആ ക്ലാസ് ഒന്ന് കേട്ടാൽ മതി കേട്ടോ. എന്നാലേ നിങ്ങൾക്ക് കുറെ നമ്മൾ ചെയ്താലേ മനസ്സിലാകത്തുള്ളൂ. നിങ്ങൾ അത് മറന്നുപോയതിന്റെ പ്രശ്നം. പോട്ടെ, സാരമില്ല. നമുക്കിനി അടുത്ത സ്ലൈഡ് എടുക്കാം. നിങ്ങൾ ആലോചിച്ചത് വാലൻസി എന്ന് പറയുന്നത് നമുക്ക് ഒക്ടറ്റ് സ്റ്റേറ്റ് അറ്റൈൻ ചെയ്യാൻ വേണ്ടി എത്ര ഇലക്ട്രോണിനെ കൊടുക്കണം, അല്ലെങ്കിൽ എത്ര ഇലക്ട്രോണിനെ വാങ്ങിക്കണം, എത്ര ഇലക്ട്രോണിനെ ഷെയർ ചെയ്യണം എന്ന് നോക്കിയാൽ മതി. കെ എന്ന് പറയുന്ന ഷെല്ലിന്റെ ഒക്ടറ്റ് സ്റ്റേറ്റ് 2 ആണ്. ബാക്കി L, M, N അങ്ങോട്ട് ഏത് പോയാലും അതിന്റെ ഒക്ടറ്റ് സ്റ്റേറ്റ് 8 ആണ്. അപ്പം അത് അറ്റൈൻ ചെയ്യാൻ വേണ്ടി ഏതാണ് എളുപ്പമാർഗം നോക്കിയാൽ മതി. അപ്പൊ ഇനി അടുത്ത നോക്കിക്കോ. ഇന്ന് നമ്മൾ 2 ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാൻ എത്ര 1 മണിക്കൂർ എടുത്തു. അപ്പൊ ഇനി അടുത്തത് നോക്കിക്കേ. 2 ആറ്റത്തിന്റെ ബോർ മോഡൽ തന്നേക്കാം. ബോർ മോഡൽ ഓഫ് 2 ആറ്റംസ് ആർ ഗിവൺ ബിലോ. അതായത് 2 ആറ്റത്തിന്റെ ബോർ മോഡൽ തന്നിട്ടുണ്ട്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് അറ്റോമിക് നമ്പർ ഓഫ് ദ ഫസ്റ്റ് ആറ്റം. ആദ്യത്തെ ആറ്റത്തിന്റെ അറ്റോമിക് നമ്പർ എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ അവിടെ സോഡിയം, നിങ്ങൾക്ക് ആ സോഡിയത്തിന് ആ സോഡിയത്തിന്റെ കൂടെ നിങ്ങൾക്ക് എത്ര ആണെന്ന് തരും കേട്ടോ. 11 പ്രോട്ടോൺ അങ്ങനെ തരും. മറ്റേതുപോലെ തരും കേട്ടോ. അത് അവൻ ചെയ്തപ്പോ അതിനകത്ത് സോഡിയം എന്ന് ഡയറക്റ്റ് ആയിട്ട് എഴുതി. പോട്ടെ, അതിനകത്ത് എത്ര, അല്ലെങ്കിൽ തന്നെ സോഡിയം എന്ന് തന്നെ തന്നാലും നിങ്ങൾക്ക് അറ്റോമിക് നമ്പർ എത്രന്ന് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ആ ഇലക്ട്രോൺസ് മൊത്തം കൂട്ടിയാൽ മതി. ആ കുത്തൂത്ത് ഇട്ടിട്ടില്ലേ ഓരോ ഷെല്ലിനകത്ത്, അത് എത്ര ഉണ്ടെന്ന് ഫുൾ അങ്ങ് കൂട്ടി എഴുതിയാൽ മതി. ഫിഗർ തന്നിട്ടാ ചോദിക്കുന്നെങ്കിൽ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് എന്താ? ഒന്നെങ്കിൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് അതാ, അല്ലെങ്കിൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് എത്ര ആണ്, അതാണ് അറ്റോമിക് നമ്പർ. ഇവിടെ ഇലക്ട്രോൺസിനെ കൂട്ടി വെച്ചാൽ മതി. ഇപ്പൊ നിങ്ങൾ എണ്ണി നോക്കിക്കേ ഫിഗറിനകത്ത്. ഫസ്റ്റ് ഫിഗറിനകത്ത് എത്ര ഇലക്ട്രോൺസ് ഉണ്ടെന്ന്, ആദ്യത്തെ ഷെല്ലിനകത്ത് എത്ര ഇലക്ട്രോൺസ് ഉണ്ടെന്ന് പറയാമോ? കെ ഷെല്ലിനകത്ത് ആരെങ്കിലും പറ. എന്തോ? ആദ്യത്തെ ഷെല്ലിനകത്ത് എത്ര ഉണ്ട് മോനെ? സോഡിയത്തിന്റെ ആദ്യത്തെ ഷെല്ലിനകത്ത് 2 ഉണ്ട്. അപ്പൊ ഇനി അടുത്ത ഷെല്ലിനകത്ത് 8. അടുത്ത ഷെല്ലിനകത്ത് 1. അപ്പം 2 + 8 + 1 എത്ര വരും? 2 + 8 10, 10 + 1 11. അപ്പൊ അറ്റോമിക് നമ്പർ 11 ഇലക്ട്രോൺസ് ഉണ്ട്. അറ്റോമിക് നമ്പർ 11. ഇനി തൊട്ടടുത്തതിനകത്ത് നോക്കിക്കേ. അതിനകത്ത് നിങ്ങള് ഇലക്ട്രോൺസിനെ എണ്ണി ബുദ്ധിമുട്ടണ്ട. അവര് ആ ന്യൂക്ലിയസിനകത്ത് തന്നിട്ടുണ്ട് 19 പ്രോട്ടോണെന്നും 20 ന്യൂട്രോണും തന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് എന്താണ്? ഒന്നെങ്കിൽ പ്രോട്ടോൺസിന്റെയും ഇലക്ട്രോൺസിന്റെ എണ്ണം തുല്യമാണ്. അപ്പൊ പ്രോട്ടോൺസിന്റെ എണ്ണം അല്ലെങ്കിൽ ഇലക്ട്രോൺസിന്റെ എണ്ണമാണ് അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഡയറക്റ്റ് ആയിട്ട് 19 പ്രോട്ടോൺ തന്നിട്ടുണ്ട്. 19P എന്ന് ഉദ്ദേശിക്കുന്ന 19 പ്രോട്ടോൺ ആണ്. അപ്പൊ അതിന്റെ അറ്റോമിക് നമ്പർ 19. അടുത്ത എലമെന്റ്, അടുത്ത ഫിഗറിന്റെ അടുത്ത ആറ്റം പൊട്ടാസ്യം തന്നേക്കുന്നത്. ആ പൊട്ടാസ്യത്തിന്റെ എന്തോ പ്രോട്ടോൺസ് ഓർമ്മയില്ല. ഓർമ്മയില്ലല്ലേ മോനെ? ആ ന്യൂക്ലിയസിന് അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് പ്രോട്ടോൺസിന്റെ എണ്ണം അല്ലെങ്കിൽ ഇലക്ട്രോൺസിന്റെ എണ്ണം. ആദ്യത്തെ ഫിഗറിനകത്ത് നിങ്ങൾക്ക് അങ്ങനെയൊന്നും തന്നിട്ടില്ല. പ്രോട്ടോൺസിന്റെ എണ്ണോ ഇലക്ട്രോൺസിന്റെ എണ്ണോ തന്നിട്ടില്ല. അപ്പൊ അറ്റോമിക് നമ്പർ കണ്ടുപിടിക്കണം. ഒന്നെങ്കിൽ നമുക്ക് ഇലക്ട്രോൺസിന്റെ എണ്ണം അറിയണം, അത് തന്നെയാണ് പ്രോട്ടോൺസിന്റെ എണ്ണം. അപ്പൊ ഇവിടെ നമുക്ക് ഇലക്ട്രോൺസിന്റെ എത്ര ആണെന്ന് എണ്ണിയാൽ മതി. ഓരോ ഷെല്ലിനകത്തുള്ള ഇലക്ട്രോൺസ് എത്ര ആണെന്ന് എണ്ണി അതാണ് അറ്റോമിക് നമ്പർ. ഇപ്പുറത്തെ ഡയറക്റ്റ് ആയിട്ട് പ്രോട്ടോണിന്റെ എണ്ണം തന്നിട്ടുണ്ട്. അപ്പൊ അത് തന്നെയാണ് അറ്റോമിക് നമ്പർ. 19 പ്രോട്ടോൺ ആകുമ്പോൾ അറ്റോമിക് നമ്പർ 19. അല്ലെങ്കിൽ മോന ഇലക്ട്രോൺസിന്റെ എണ്ണം ഒന്ന് കൂട്ടി വെക്കുക, അതും 19 തന്നെ ആയിരിക്കും. ഒന്ന് കൂട്ടിക്കേ.
ആദ്യത്തെ ഷെല്ലും ഓരോ ഷെല്ലെടുത്തൊന്ന് കൂട്ടിയാൽ മതി, അപ്പോഴും 19. ഇവിടെ അത്രയും നോക്കേണ്ട കാര്യമില്ല. ന്യൂക്ലിയസിനകത്ത് തന്നിട്ടുണ്ട് എത്ര പ്രോട്ടോൺസ് ഉണ്ടെന്ന്. അതാണ് അറ്റോമിക് നമ്പർ. അറ്റോമിക് നമ്പർ എന്ന് വെച്ചാൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ്, രണ്ടും ഈക്വൽ ആണ്. മനസ്സിലാവും. മനസ്സിലായോ? അപ്പൊ ഒരു ഫിഗർ രണ്ട് രീതി നിങ്ങളോട് ചോദിച്ചേക്കും. ഒന്നിനകത്ത് നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് പ്രോട്ടോൺ തന്നിട്ടില്ല, അപ്പൊ നിങ്ങൾ ആ ഇലക്ട്രോണിന്റെ എണ്ണം കൂട്ടണം. അതേസമയം സോഡിയത്തിന്റെ അറ്റോമിക് നമ്പർ അറിയാമെങ്കിൽ ഒരു പാടുമില്ല, 11 അങ്ങ് എഴുതിയാൽ മതി. മറ്റേനകത്ത് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, അങ്ങനെ ചെയ്താൽ മതി. ഇനി അടുത്ത് നോക്കിക്കേ, റൈറ്റ് ദ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് സെക്കൻഡ് ആറ്റം. സെക്കൻഡ് ആറ്റത്തിന്റെ രണ്ടാമത്തെ ഫിഗറിനകത്ത്, അതായത് പൊട്ടാസ്യം എന്ന് പറയുന്ന ആറ്റത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഏതാണ്? അപ്പൊ നമുക്ക് അറ്റോമിക് നമ്പർ 19 അറിയാം. നിങ്ങൾക്ക് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇത് അറിയാലോ. എനർജി ലെവൽ കുറഞ്ഞ സബ്ഷെലിൽ നിന്ന് എനർജി ലെവൽ കൂടിയ സബ്ഷെലിലേക്ക് ഇലക്ട്രോൺസ് ഫില്ല് ചെയ്ത് എഴുതിയാൽ മതി. അറിയാമോ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇത് അറിയാമോ? അറിയാമോ? അതിന് മറന്നു എന്ന് പറയൂ. സാരമില്ല, അറിഞ്ഞൂടെങ്കിൽ പറ കേട്ടോ, സമയമുണ്ടല്ലോ ഇനിയും. അറിയാം ടീച്ചറെ. അറിയാം, ഓക്കെ. അപ്പൊ നിങ്ങൾ സ്വന്തമായിട്ട് എഴുതി നോക്കുക കേട്ടോ. ഈ സ്ലൈഡിൽ നിന്ന് നോക്കി എഴുതാതെ നിങ്ങൾ സ്വന്തമായിട്ട് എഴുതി നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദ്യം തരും. നമ്മൾ എക്സാമിന് വരുമ്പോൾ നമുക്ക് അവിടെ കൊണ്ട് സ്റ്റക്ക് ആയി പോകരുത്. ഒത്തിരി നിങ്ങൾക്ക് സംശയം. ഇനി കണ്ടൻസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? ഷോർട്ട് ഫോം ആയിട്ട് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ പഠിച്ചിട്ടില്ല, അതാണ് കണ്ടൻസ്ഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഒരു വാക്ക് വന്നാണ് നിങ്ങൾ ഓർക്കണം. ഷോർട്ട് ഫോം ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ നോബിൾ ഗ്യാസ് ഇട്ടിട്ട് അത് ബ്രാക്കറ്റ് ഇട്ടിട്ട് ബാക്കിയുള്ളത് എഴുതത്തില്ലേ? അങ്ങനെ നമ്മൾ പഠിച്ചില്ലേ? ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടോ മക്കളെ? അതെങ്ങനെയാന്ന് നിങ്ങള് 19 നിങ്ങള് എന്താണ് ഏതിന്റെയാണ്? സെക്കൻഡ് ആറ്റത്തിന്റെയാണ് കണ്ടൻസ്ഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ ആ സെക്കൻഡ് ആറ്റത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ എഴുതിയിട്ടുണ്ട്. 1s2 2s2 2p6 3p6 4s1. ഓക്കെ, 4s1. അപ്പൊ അതാണ് എന്താണ് പൊട്ടാസ്യത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, അതായത് അറ്റോമിക് നമ്പർ 19 വരുന്ന അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അതാണ്. ഇനി അതിന്റെ കണ്ടൻസ്ഡ് ഫോമാണ് നിങ്ങളോട് ചോദിച്ചേക്കുന്നത്. അപ്പൊ നിങ്ങൾ നോക്കണം, നിങ്ങൾക്ക് നോബിൾ ഗ്യാസ് ഏതൊക്കെയാണെന്ന് അറിയാമോ? നിയോൺ 10, ആർഗൺ 18. ഈ രണ്ട് നോബിൾ ഗ്യാസ് നിങ്ങൾ തൽക്കാലം പഠിച്ചാൽ മതി. നിയോൺ 10, ആർഗൺ 18. അപ്പൊ ആ നോബിൾ ഗ്യാസ് എലമെന്റ്സിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അല്ലെങ്കിൽ അറ്റോമിക് നമ്പർ വരുന്നിടം വരെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമുക്ക് അതിനെ അതിന്റെ പേര് കൊടുത്തിട്ട് അങ്ങ് ബ്രാക്കറ്റ് ഇടാം. ഇവിടെ നിങ്ങൾ നോക്കുമ്പം ഇവിടെ 19 ആണ്, അറ്റോമിക് നമ്പർ 19 ആണ്. ഇതിന്റെ തൊട്ടടുത്തിരിക്കുന്ന നോബിൾ ഗ്യാസ് നോക്കണം. ഇതിന്റെ തൊട്ടടുത്തിരിക്കുന്ന നോബിൾ ഗ്യാസ് എന്ന് പറയുന്നത് കുറവുള്ളത് നോക്കണം, കൂടുതലുള്ളത് പോകരുത്. ഇനി വരുന്നത് ക്രിപ്റ്റൻ ആണ്, അതിൻ്റെതെന്ന് പറഞ്ഞാൽ 36 ആണ്, അത് നോക്കണ്ട. ആർഗൺ നോക്കണം, അതായത് നിയോൺ, ആർഗൺ, ക്രിപ്റ്റൻ, സെനോൺ, റേഡൺ ആണ് നമ്മുടെ നോബിൾ ഗ്യാസ് എന്ന് പറയുന്നത്. അപ്പൊ നിയോണിന്റെ അറ്റോമിക് നമ്പർ 10, ആർഗന്റെ അറ്റോമിക് നമ്പർ 18. ഈ രണ്ടാണ് നിങ്ങൾ പഠിച്ചാൽ മതി. നിയോണിന്റെ 10ഉം ആർഗന്റെ 18ഉം, ഇത് രണ്ടും നിങ്ങൾ നോക്കിയാൽ മതി. അപ്പം ഈ 19 എന്ന് പറയുന്നത് പൊട്ടാസ്യത്തിന്റെ അറ്റോമിക് നമ്പർ. അതിനോട് തൊട്ട് അടുത്ത് കിടക്കുന്ന അറ്റോമിക് നമ്പർ കുറവുള്ള നോബിൾ ഗ്യാസ് നോക്കണം. അപ്പൊ തൊട്ടടുത്ത് കിടക്കുന്ന അറ്റോമിക് നമ്പർ കുറവുള്ള നോബിൾ ഗ്യാസ് എന്ന് പറയുന്നത് ഇവിടെ ഏതാണ്? നിയോൺ ആണോ ആർഗൺ ആണോ? ആർഗൺ ആണ്, ആർഗൺ 18. അപ്പൊ ഇനി നിങ്ങൾ എണ്ണണം, നോക്കിക്കേ. 2+ ആ ഇലക്ട്രോണിക് കോൺഫിഗറേഷനകത്ത് ഇലക്ട്രോൺസ് എണ്ണിക്കേ. 2+2+6+2+6 അത്രയും വരാകുമ്പോ 18 ആവും. അതായത് ആർഗൺ അറ്റോമിക് നമ്പർ ആയി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ആർഗൺ എഴുതി അവിടെ ബ്രാക്കറ്റ് കൊടുത്തിട്ട് ഒരു സ്ക്വയർ ബ്രാക്കറ്റ് കൊടുത്തിട്ട് ബാക്കി 4s1 എന്ന് എഴുതി. അതാണ് പൊട്ടാസ്യം എന്ന് പറയുന്ന അല്ലെങ്കിൽ അറ്റോമിക് നമ്പർ 90 എന്ന് പറയുന്ന എലമെന്റിന്റെ ഷോർട്ട് ഫോം അഥവാ കണ്ടൻസ്ഡ് ഫോം ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇങ്ങനെ എഴുതുന്നത്. മനസ്സിലായോ? ഇനി മനസ്സിലായോ? തൊട്ട് അടുത്ത് കിടക്കുന്ന ഏത് എലമെന്റിന്റെ കണ്ടൻസ്ഡ് ഫോം ആണോ ചോദിച്ചിരിക്കുന്നത് അതിന്റെ ഡയറക്റ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിയിട്ട് അതിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന നോബിൾ ഗ്യാസ് എലമെന്റ് എഴുതണം. ഇവിടെ നോക്കും, നിങ്ങൾ ഈ രണ്ട് നോബിൾ ഗ്യാസ് പഠിച്ചാൽ അത് നിയോണും ആർഗണും അത്രയും വരെ ഉള്ളതേ നിങ്ങളോട് ചോദിക്കത്തുള്ളൂ. അപ്പൊ ആർഗൺ ആണ് തൊട്ടടുത്ത് കിടക്കുന്നത്. എന്നിട്ട് നമ്മൾ ആർഗണ്ടെ എന്ന് പറഞ്ഞാൽ 18. അപ്പൊ 18 കഴിഞ്ഞിട്ട് ബാക്കി ഒന്നും കൂടെ വരുമ്പോഴല്ലേ 19 ആകത്തുള്ളൂ. അപ്പൊ ആർഗൺ എഴുതിയിട്ട് സ്ക്വയർ ബ്രാക്കറ്റ്, ബാക്കി വരുന്നത് 4s1. അപ്പൊ 3p6 വരെയുള്ളത് ആർഗൺ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ്. അതുകൊണ്ട് നമ്മൾ അതിന് പകരം 3p6 വരെ എഴുതുന്നതിന് വരെ ആർഗൺ എന്ന് കൊടുത്തു, എന്നിട്ട് ബാക്കി 4s1 എന്ന് കൊടുത്തു. മനസ്സിലായോ? ഇതൊക്കെ ഞാൻ ആ ക്ലാസ്സിൽ പഠിപ്പിച്ചതാ, കുറച്ചും കൂടെ പഠിച്ചിട്ടുണ്ടായിരുന്നു എക്സാമ്പിൾ ഒക്കെ വെച്ച്. നിങ്ങക്ക് മനസ്സിലായോ? ഇപ്പം ഓർക്കാൻ പറ്റുന്നുണ്ടോ?
ആ 11 എന്ന് പറയുന്ന ആ എലമെന്റിന്റെ ഒന്ന് എഴുതാമോ ഷോർട്ട് ഫോം? അങ്ങനെങ്കിൽ മനസ്സിലായെങ്കിൽ എഴുതാമോ? എഴുതി. എഴുതി. എത്ര വന്നു? നിയോൺ 3s1 അല്ലേ? ആ അത്രേ ഉള്ളു സംഭവം. അങ്ങനെയാണ്. മോനെ ബിബിന് മനസ്സിലായോ മോനെ? അച്ഛന് മനസ്സിലായോ? മനസ്സിലായില്ലേ? മനസ്സിലായി. ഇല്ല. മനസ്സിലായെന്നാണോ ഇല്ലെന്നാണോ? ഇല്ല. ഓഹ് ഇല്ല എന്റെ മന്നെ. അച്ഛനോ? അച്ഛന് കണ്ടൻസ്ഡ് ഫോം എന്താന്ന് പിടികിട്ടിയോ? മനസ്സിലായി. സത്യമാണോ പറയുന്നേ? മനസ്സിലായോ? ബാക്കി അമീഷ ഉറപ്പാണ് മനസ്സിലായി. ചോദിക്കുന്നേ ഇല്ല. മനസ്സിലായല്ലേ? അതുൽ, മൃദുൽ അവർക്കൊക്കെ മനസ്സിലായോ? ഷാരോൺ എന്തായാലും നോക്കാം. മോനെ അമ്മലേ കണ്ടൻസ്ഡ് ഫോം അഥവാ ഷോർട്ട് ഫോം ചോദിക്കുമ്പോഴേ നമുക്ക് ഒരു എലമെന്റ് ചോദിച്ചാൽ നമുക്ക് അതിന്റെ ഡയറക്റ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നിങ്ങൾ ആദ്യം എഴുതണം. എന്നിട്ട് ആ എലമെന്റിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന നോബിൾ ഗ്യാസ് ഏതാന്ന് നോക്കണം. ഇപ്പൊ ഇവിടെ നമുക്ക് ആദ്യമേ തന്നേക്കുന്ന 19 പൊട്ടാസ്യം ആണ്. പൊട്ടാസ്യത്തിന്റെ നിങ്ങൾക്ക് 19 അറ്റോമിക് നമ്പർ. അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നിങ്ങൾ എഴുതി 1s2 2s2 2p6 3s2 3p6 4s1. അതായത് അത് ഇത്രയും കൂടെ ആ ഇലക്ട്രോൺസ് മൊത്തം കൂട്ടുമ്പോൾ 19. അതിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന നോബിൾ ഗ്യാസ് എന്ന് പറയുന്നത് ആർഗൺ ആണ്. ആർഗൺ അറ്റോമിക് നമ്പർ 18. അത് സൈഡിലോട്ട് എഴുതി വെച്ച നിയോൺ 10ഉം ആർഗൺ 18ഉം. അപ്പൊ ആ 19 എന്ന് പറയുന്ന അറ്റോമിക് നമ്പറിനോട് തൊട്ടടുത്ത് കിടക്കുന്ന അറ്റോമിക് നമ്പർ ഏതാ? 18 അല്ലേ? 10നെക്കാട്ടും അടുത്ത് 18 അല്ലേ? 18 എന്ന് പറയുന്നത് ആർഗൺ ആണ്. അതൊരു നോബിൾ ഗ്യാസാ. ഇനി എഴുതി നോക്കുമ്പോ 1s2 2s2 2p6 3s2 3p6 അവിടം വരെ വരുമ്പോ നോക്കിക്കേ 2+2+6+2+6 എന്ന് പറയുന്നത് 18 വരും. 18 ഇലക്ട്രോൺ വരും. അതായത് ആർഗന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് അത്രയും. അതിന്റെ കൂടെ ഒരു 4s1 ഇടുമ്പോഴാണ് നമുക്ക് പൊട്ടാസ്യത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കിട്ടുന്നത്. 4s1 ഇടുമ്പോൾ 19 ആവും. അപ്പൊ അത് പൊട്ടാസ്യം. അപ്പൊ ആ 3p6 വരെ നമ്മൾ ഇത്രയും ഇങ്ങനെ 1s2 2s2 2p6 ഇത്രയും എഴുതുന്നതിന് വരെ നമുക്ക് ഷോർട്ട് ആയിട്ട് ആർഗൺ എഴുതി ഒരു ബ്രാക്കറ്റ് ഇട്ട് അതിന്റെ അർത്ഥം എന്താ? ആർഗന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് അവിടെ എഴുതിയെന്നാണ് അതിന്റെ അർത്ഥം. അതിന്റെ കൂടെ 4s1 ആകുമ്പോൾ പൊട്ടാസ്യമായി. മനസ്സിലായോ? അപ്പൊ ഇത്രയും ഷോർട്ട് ഫോം എന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ 1s2 2s2 2p6 അങ്ങനെ എഴുതുന്നതിന് വരെ നമ്മൾ അതിനെ നോബിൾ ഗ്യാസിന്റെ എലമെന്റ് എഴുതി റെപ്രസെന്റ് ചെയ്യുന്നുള്ളൂ. ആർഗൺ 4s1 എന്നതിന്റെ അർത്ഥം എഴുതുന്നതിന്റെ അർത്ഥം ആർഗൺ വരെ ആർഗന്റെ എന്താണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് അവിടെ നിന്നാണ് അതിന്റെ അർത്ഥം. അതായത് 1s2 2s2 2p6 3s2 3p6 അത്രയും വരുമ്പം ആർഗന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആയി. അതുപോലെ ആ എ എന്ന് പറയുന്ന എലമെന്റ് ഒന്ന് എഴുതാമോ എന്നാണ് ഞാൻ ചോദിച്ചത്. അപ്പൊ അതിന്റെ എ എന്ന് പറയുന്ന എലമെന്റിന്റെ എന്ന് പറയുമ്പോൾ അറ്റോമിക് നമ്പർ 11. അതിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന നോബിൾ ഗ്യാസ് ഏതാ? നിയോൺ ആണ്. അതിന്റെ 10. ഇപ്പൊ 1s2 2s2 2p6 എന്ന് പറയുന്നത് അത്രയും വരുന്ന നിയോണിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അപ്പൊ നിയോൺ എന്ന് എഴുതിയിട്ട് നിയോൺ എന്ന് ബ്രാക്കറ്റിൽ എഴുതിയിട്ട് ബാക്കി 3s1 എന്ന് കൊടുത്താൽ മതി. അപ്പൊ സോഡിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആയി. അപ്പൊ മനസ്സിലായോ? ആയോ എന്തോ. നിങ്ങള് ഒരു കാര്യം ചെയ്താൽ മതി. മോൻ എല്ലാ ക്ലാസ്സിലും ഉണ്ടായിരുന്നതാ. കഴിഞ്ഞ ക്ലാസ്സൊക്കെ നിങ്ങൾ പഠിച്ചാൽ മതി. എന്നാലേ ഇത് മനസ്സിലാവൂ. അല്ലാതെ പഠിക്കാൻ നിങ്ങൾ ഇത് ചെയ്താ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല. പഠിച്ചിട്ട് വന്നാലല്ലേ അത് നോക്കാൻ പറ്റും. നമ്മൾ എത്ര ക്ലാസ് എടുത്ത് ഇത് പഠിച്ചതാ അതൊന്ന് നോക്കൂ കേട്ടോ. മനസ്സിലായില്ലെങ്കിൽ ആദ്യത്തെ ക്ലാസ് മുതലേ ഒന്ന് കേട്ട് ആ നോട്ട്സും കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചിട്ട് വന്നിട്ട് ഇത് നോക്കുമ്പോൾ മനസ്സിലാവും. നമ്മൾ അന്ന് ഡീറ്റെയിൽ ആയിട്ട് എല്ലാം പഠിച്ചതാ. അതാണ് ഇപ്പൊ പെട്ടെന്ന് കേൾക്കും നിങ്ങൾ പഠിക്കാത്തതുകൊണ്ട് തോന്നുന്നത്. അത് പഠിച്ചിട്ട് വരുമ്പോൾ ശരിയാവും. അപ്പൊ ഇനി എന്തായാലും നിങ്ങൾ അതൊന്ന് പഠിക്കുക കേട്ടോ. ഫസ്റ്റ് ചാപ്റ്റർ ഒന്ന് പഠിക്കുക. എന്നാലേ നിങ്ങൾക്ക് ഒന്ന് മനസ്സിലാവും. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്നതും പല രീതിയിൽ നിങ്ങൾക്ക് ചോദിക്കുമ്പോൾ എഴുതാൻ പറ്റണമെങ്കിൽ അത് നിങ്ങൾ നല്ലപോലെ പഠിക്കുക. പഠിച്ചിട്ട് നിങ്ങൾക്ക് ഇവിടെ വരുമ്പം കറക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റും. ഇനി എന്തായാലും നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇനി എന്തായാലും 2 ക്ലാസ് എടുത്ത് മോള് തീർക്കണം. അതിനകത്തെ ക്വസ്റ്റ്യൻ തീർക്കണം. അപ്പൊ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും എടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ബാലൻസിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ഗ്രൂപ്പിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് വേണ്ടി മാത്രം, അറിഞ്ഞൂടാത്തവർക്ക് വേണ്ടി മാത്രം ഒരു സെപ്പറേറ്റ് ക്ലാസ് കണ്ടിടാം. അപ്പൊ ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടാവത്തില്ല. ഈ ഞായറാഴ്ച എന്നുള്ളതല്ല, അല്ലാതെ എനിക്ക് സമയം കിട്ടുമ്പോൾ ഞാൻ പറയാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടോ ഇനി?
ചോദിക്കാൻ. ഇന്ന് തന്നെ 3 ക്വസ്റ്റ്യനാ നമ്മളെ 1 മണിക്കൂർ 4 എന്തെങ്കിലും ഉണ്ടോ? ഉണ്ടോ? എന്താ പിള്ളേരെ ഒന്നും മിണ്ടാത്തെ? ആരും എന്താ ഒന്ന് റെസ്പോണ്ട് ചെയ്യാത്തെ? ഇല്ല. അപ്പൊ എന്തായാലും ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ. ബൈ. നിങ്ങൾക്ക് മനസ്സിലാവാത്തത് നിങ്ങളത് പണ്ടത്തെ ഒന്ന് പഠിക്കാത്തോണ്ടാ. പണ്ടത്തെ ഒന്ന് പഠിച്ചിട്ട് വന്നാലേ അത് കത്തൂ. നമ്മളെ ക്ലാസ് എടുത്ത് പഠിച്ചതാ അത്.